അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ ഇത്തരമൊരു സംഗമത്തിൽ നമുക്ക് ഹിജ്റ വിജയത്തിന്, മുഹറം മുന്നേറ്റത്തിന് എന്ന വിഷയകമായി ചർച്ച ചെയ്യാൻ അവസരമുണ്ടായി. സർവശക്തനായ അള്ളാഹു അവൻ്റെ തൃപ്തിയിലായി നാളെ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജ്റ വിജയത്തിന്, മുഹറം മുന്നേറ്റത്തിന് എന്ന ശീർഷകത്തിലുള്ള 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി അവസാനത്തിലെത്തിയിരിക്കുകയാണ്. തീർച്ചയായും ഹിജ്റ വിജയത്തിന് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഹിജ്റ വിജയത്തിന് എന്ന് നാം അത്തരമൊരു ശീർഷകം നൽകാൻ കാരണം സ്വാഭാവികമായും ചിന്തിക്കുന്നുണ്ടാകും. യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രയാണത്തിലെ ഏറ്റവും സുപ്രധാനമായ വിജയകരമായ നിമിഷമാണ്. അതിനെ തുടർന്നാണ് പിന്നീടുണ്ടായ സർവ്വ വിജയങ്ങളുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിന് സുപ്രധാനമായ ചില കാരണങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരമാണ് മഹാനായ സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുന്നതിന് മുമ്പ് ഒട്ടനേകം പീഡനങ്ങളുണ്ടായിട്ടുണ്ട്. മക്കത്ത് ഓടിയൊളിക്കേണ്ട ഒട്ടനവധി സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. മാറി നിൽക്കേണ്ട അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ഒളിച്ചോടേണ്ട ഒട്ടനേകം സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം സാഹചര്യങ്ങൾ മുഴുക്കെ ഉണ്ടായിട്ടും സർവശക്തനായ അള്ളാഹുവിൻ്റെ സമ്മതം സുപ്രധാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സമ്മതത്തിനു വേണ്ടി കാത്തിരിക്കുകയായി. ഹിജ്റ ചെയ്ത് ശത്രുക്കളുടെ അതിക്രൂരമായ മർദ്ദനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നമുക്ക് ഹിജ്റ പോകാം, മക്ക വിട്ടു പോകാം, മറ്റൊരിടത്തേക്ക് നമുക്ക് യാത്രയാകാമെന്ന് പറഞ്ഞ് ധൃതി കാണിക്കുമ്പോൾ സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കറിനോട് പറയുകയാണ് റളിയല്ലാഹു അൻഹു, അലാ റിസ്ലിക് ഫഇന്നി അർജു അൻ യുഅ്ദന ലി. അബൂബക്കറെ, ധൃതി പിടിക്കല്ലേ, പെട്ടെന്ന് ഹിജ്റ പോകുക എന്ന് പറഞ്ഞ് എൻ്റെ അരികെ വന്നിട്ട് കാര്യമില്ല. ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, എനിക്ക് അള്ളാഹുവിൻ്റെ സമ്മതം സുപ്രധാനമാണ്. എല്ലാ കാര്യത്തിനും അള്ളാഹുവിൻ്റെ സമ്മതം വാങ്ങിക്കൊണ്ടാണ് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാര്യങ്ങൾ നിർവഹിച്ചത്. 40 വർഷക്കാലം മക്കയിൽ ജീവിച്ച് എല്ലാത്തരം അപകടകരമായ രംഗങ്ങളും കണ്ടിട്ട് അതിലേക്കൊന്നും പരിശുദ്ധ റസൂൽ പോകുന്നില്ലെങ്കിലും അതിനെതിരായൊരു സമരമുഖം അല്ലെങ്കിൽ ഒരു പോരാട്ടത്തിൻ്റെ മുഖം വാർത്തെടുക്കുക എന്നത് ഹബീബിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണുന്നില്ല. 40 വയസ്സിന് ശേഷം അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരമാണ് ദഅവത്ത്, അള്ളാഹുവിലേക്കുള്ള വെളിയാളം ആരംഭിക്കുന്നത്. അപകടങ്ങൾ കണ്ടിട്ട് അസ്വസ്ഥമായ തൻ്റെ സമൂഹത്തിൻ്റെ സ്ഥിതിവിശേഷങ്ങൾ മുഴുക്കെ അവർക്കിടയിൽ ജീവിച്ച് അനുഭവിച്ച് അസ്വസ്ഥനാകുമ്പോഴും അള്ളാഹു സമ്മതം കൊടുത്തതിന് ശേഷം മാത്രമാണ് ദഅവത്തിന് വേണ്ടി ഇറങ്ങുന്നത്. ദഅവത്തിനെ കുറിച്ചുള്ള വിശുദ്ധ ഖുർആനിലെ വചനങ്ങളൊക്കെ പരിശോധിച്ചാൽ അത്തരമൊരു സമ്മതത്തെക്കുറിച്ചുള്ള ആഹ്വാനം കാണാൻ സാധിക്കും. റസൂലിൻ്റെ നിയോഗത്തെക്കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറയുന്നത് തന്നെ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന്. പൂർവിക മഹത്തുക്കളൊക്കെ അത്തരമൊരു സമ്മതത്തിൻ്റെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ കാണാൻ സാധിക്കും. ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു പ്രബോധന പ്രവർത്തനവുമായി രംഗപ്രവേശം ചെയ്യുന്നതിനെക്കുറിച്ച് മുഹിയുദ്ദീൻ മാലയിൽ കാണാം. 25 ആണ്ടോളം ചുറ്റി നടന്നവർ
ഇരിയെന്ന് ഏകൽ കേട്ടാലേ ഇരുന്നോവർ. മഹാനുഭാവന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സമ്മതം കിട്ടിയതിന് ശേഷമാണ് അള്ളാഹുവിലേക്ക് ക്ഷണിച്ചത്. ആ ക്ഷണം തീർച്ചയായും ഫലപ്രദമാകുന്ന ക്ഷണമായിരിക്കും. അള്ളാഹുവിലേക്കുള്ള ക്ഷണം സമ്മതപ്രകാരമാകണമെന്ന ഉന്നതമായ യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്തുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് എനിക്ക് സമ്മതം ലഭിക്കണം സിദ്ദീഖേ, അതുവരെ ക്ഷമിക്കുക എന്ന് പറഞ്ഞ് അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നി ഖദ് ഉദിന ലീ ലിൽ ഖുറൂജ്, പുറപ്പെടാൻ വേണ്ടി സമ്മതം ലഭിച്ചിരിക്കുന്നു എനിക്ക് എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര ആരംഭിക്കാനുള്ള അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സമ്മതം ലഭ്യമാകുകയാണ്. ഹിജ്റയുടെ വിജയത്തിൻ്റെ ഒന്നാമത്തെ ഘടകമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരമാണ് ഹിജ്റ ആരംഭിക്കുന്നത്. പീഡനങ്ങൾ നമുക്കറിയാം. മക്കയിൽ ഒരുപാട് പീഡനങ്ങളുണ്ടായത്. പരിശുദ്ധ റസൂലിൻ്റെ കഴുത്തിൽ കുടൽമാലകൾ ചാർത്തി കഅബാലയത്തിൻ്റെ അരികെ ചാഞ്ഞും ചെരിഞ്ഞും മാടിയും പാടിയും കളിച്ചും പൊട്ടിച്ചിരിച്ചും ആസ്വദിച്ച് ഹബീബിൻ്റെ കഴുത്തിലണിഞ്ഞ കുടൽമാലകൾ, ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാലകൾ ചാർത്തി ആസ്വദിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു മക്കയിലുണ്ടായിരുന്നത്. അവരുടെ ആ ഭീകരമായ, വളരെ നിന്ദ്യമായ, നീചമായ പീഡനങ്ങൾ ഉണ്ടായപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നാട് വിട്ടു പോകണം, കഅബ വിട്ടു പോകണം, മറ്റൊരു ദേശം പുൽകണം എന്ന് ഒരിക്കലും വിചാരിച്ചില്ല. യാസിർ കുടുംബത്തിനേറ്റ പീഡനത്തിൻ്റെ കഥ കരളലിയിപ്പിക്കുന്നതാണ്. ഇസ്ലാമിലെ രക്തസാക്ഷികളിലെ പ്രഥമ വനിത സുമയ്യ ബീവിയുടെ ചരിത്രം അറിയാത്തവരായി കൂടുതൽ പേരുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ, സ്വഹാബി വര്യന്മാരുടെ ജീവിതത്തിലെ ഒട്ടനേകം ചരിത്രങ്ങൾ മക്ക ജീവിത ഘട്ടത്തിലെ ആദ്യ നിമിഷങ്ങളെക്കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യമാകുന്നത് സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും തന്നെ പിന്തുണക്കുന്നവരും അനുഭവിച്ച ത്യാഗത്തിൻ്റെയും പീഡനത്തിൻ്റെയും അസ്വസ്ഥജനകമായ ജീവിത ചുറ്റുപാടിൻ്റെയും ചിത്രമാണ്. ഷൈബു അബീ ത്വാലിബിൽ വളരെ 3 വർഷത്തോളം ഭക്ഷണങ്ങളില്ലാതെ ബഹിഷ്കൃതരായി കഴിയുക, അവരോട് അടുക്കാൻ പാടില്ല, അവർക്ക് കൊടുക്കാൻ പാടില്ല, അവരെ സഹകാരികളായി ചേർക്കാൻ പാടില്ല എന്ന രീതിയിൽ മാറ്റി നിർത്തപ്പെട്ട സാഹചര്യം, ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ പച്ചിലകൾ ഭക്ഷിച്ച് ആട് കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ചിരുന്ന ഒരു സാഹചര്യം വരെ സംജാതമായിട്ടും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹിജ്റയെക്കുറിച്ച് ആലോചിച്ചില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധനായ നാഥൻ്റെ പവിത്രമായ സമ്മതത്തിന് വേണ്ടി കാത്തിരുന്നു. ഹിജ്റ നൽകുന്ന ഏറ്റവും വലിയൊരു വിജയം അള്ളാഹുവിൻ്റെ സമ്മതമാണ് സുപ്രധാനം എന്ന തിരിച്ചറിവിലൂടെ അതിനുവേണ്ടി പരിശുദ്ധ റസൂൽ കാത്തിരുന്നു എന്നുള്ളതാണ്. നാം മനസ്സിലാക്കേണ്ടത് അതാണ്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന്, അള്ളാഹുവിൻ്റെ ആളുകളുടെ ഭാഗത്ത് നിന്ന് സമ്പൂർണമായ സമ്മതം വാങ്ങി ചെയ്യുക എന്നത് വിജയത്തിന് നിദാനമായി ഭവിക്കുന്ന സുപ്രധാനമായ ഘടകമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. രണ്ടാമത്, ഹിജ്റയുടെ വലിയൊരു പാഠം, വലിയൊരു വിജയത്തിന് നിദാനമായി ഭവിക്കുന്ന ഒരു സംഗതി, ഹിജ്റ പോകുക എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു പ്രദേശത്തേക്ക് എങ്ങനെയോ എവിടേക്കോ പോയി ഓടി മറയുകയല്ല. കൃത്യമായി നിശ്ചയിച്ച ഒരു ലക്ഷ്യസ്ഥാനമുണ്ടായിരുന്നു. മദീന എന്ന് പറയുന്ന പ്രദേശം നിശ്ചയിക്കപ്പെട്ട് ഉറപ്പിച്ച് അവിടെയുള്ള ആളുകളുമായി കരാറുണ്ടാക്കി. മദീനക്കാരുടെ നേതാക്കളിൽ പെട്ട ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു മഹാനുഭാവനുമായി ഹിജ്റ പോകുന്നതിന് മുമ്പ് തന്നെ ഹിജ്റ ചെയ്ത് അങ്ങോട്ട് വരുന്നതിനെക്കുറിച്ചും ആ പ്രദേശത്തെക്കുറിച്ചും അങ്ങനെ ഒരു പ്രദേശത്തെ ലക്ഷ്യസ്ഥാനത്തെ നിശ്ചയിച്ചുകൊണ്ടാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്. അള്ളാഹുവിൻ്റെ സമ്മതം വേണം. ലക്ഷ്യസ്ഥാനം കൃത്യമായി നിശ്ചയിക്കുക എന്നത് വിജയത്തിന് നിദാനമായി ഭവിക്കുന്നതാണ്. നിശ്ചയിക്കപ്പെടാത്ത ഇടങ്ങളിൽ ചെന്നിട്ട് അസ്വസ്ഥമായി അവിടെ നിന്നും മാട്ടലേൽക്കുന്ന ദുരവസ്ഥയിലേക്ക് തൻ്റെ അനുയായികളെ കൊണ്ടെത്തിക്കുക എന്ന ദുരവസ്ഥ ഒരിക്കലും പരിശുദ്ധ പ്രവാചകൻ സൃഷ്ടിച്ചില്ല. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഹിജ്റക്ക് വേണ്ടി പോകുമ്പോൾ അള്ളാഹുവിൻ്റെ സമ്മതം കിട്ടിയതാണ്, അതുകൊണ്ട് മദീനയിലേക്കൊരു കൂട്ട ഓട്ടം നടത്താമെന്ന് കരുതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തില്ല. ശക്തമായ മുന്നൊരുക്കവും ആസൂത്രണവും നടത്തി. അള്ളാഹുവിൻ്റെ ഹബീബാണ്, അള്ളാഹുവിൻ്റെ ദൂതരാണ്,
പ്രപഞ്ചങ്ങളുടെ സൃഷ്ടിക്ക് ഹേതുകമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹൽ വ്യക്തിത്വമാണ്. അതുകൊണ്ട് ഒരാസൂത്രണവും വേണ്ട, ഒരു മുന്നൊരുക്കവും വേണ്ട, ഒരു പ്ലാനിങ്ങും വേണ്ട എന്നല്ല പഠിപ്പിക്കുന്നത്. ഹിജ്റ പഠിപ്പിക്കുന്ന പാഠം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ശക്തമായ മുന്നൊരുക്കം വേണം, നല്ല ആസൂത്രണം വേണമെന്ന് ഹിജ്റയുടെ വിജയത്തെക്കുറിച്ച് നാം ആലോചിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച് തരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകാൻ ഒരുങ്ങുന്ന ഘട്ടം തൻ്റെ യാത്രയ്ക്ക് വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ വരാൻ വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയാണ്. അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനുവേണ്ടി ഒരുങ്ങി 2 ഒട്ടകങ്ങളെ തയ്യാറാക്കുക. യാത്രകളുടെ ഒരുപാട് സാഹചര്യങ്ങൾ ഇതിൻ്റെ മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. സിറിയയിലേക്കുള്ള കച്ചവട യാത്രയെക്കുറിച്ച് നമുക്കറിയാം. മദീന വിട്ടു പോകണം സിറിയയിലേക്ക്. അതേ സമയത്ത് അതൊരു കച്ചവട യാത്രയായിരുന്നു. കച്ചവടത്തിൻ്റെ സൗകര്യങ്ങളും സാഹചര്യങ്ങളുമാണ് നോക്കേണ്ടത്. അതുപോലെ ഇസ്രാഇൻ്റെ രാത്രിയിൽ, മിഅ്റാജിൻ്റെ രാത്രിയിൽ നമുക്കറിയാം ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയതും മറ്റു യാത്രാ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. യാത്രകൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഹിജ്റയുടെ വിജയമെന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മതം ലഭിച്ച് എല്ലാ സമ്മതവും ലഭിച്ചിട്ടും ഓടിപ്പോകുന്നതിന് പകരം ശക്തമായ ആസൂത്രണം, നല്ല മുന്നൊരുക്കം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് 2 ഒട്ടകങ്ങളെ ഒരുക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി തയ്യാറാക്കുകയാണ്. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പോകുന്നു എന്നുള്ള വിവരം മനസ്സിലാക്കി മക്ക ഖുറൈശികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവർ റസൂലിനെ പിടികൂടാൻ വേണ്ടി കാത്തിരിക്കുന്ന രാത്രിയിൽ തൻ്റെ പുതപ്പിൽ അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് പോകുകയാണ്. തൻ്റെ വിരിപ്പിൽ അലി റളിയല്ലാഹു അൻഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടത്തിയിട്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് വിഷയങ്ങളൊക്കെ പറഞ്ഞ് തനിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് അലി റളിയല്ലാഹു തആല അൻഹുവിനെ വിരിപ്പിൽ കിടത്തിയിട്ട് ശത്രുക്കളുടെ ശ്രദ്ധ മുഴുവൻ ആ വിരിപ്പിലേക്കും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കിടപ്പിലേക്കും അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് ധരിക്കുന്ന രീതിയിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ്. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൻ്റെ പിൻവാതിലിലൂടെയാണ് പുറപ്പെടുന്നത്, മുൻവാതിലിലൂടെയല്ല. മക്കക്കാരുടെ നീക്കങ്ങൾ അറിയാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ അബ്ദുള്ള എന്നവരെ ഏൽപ്പിക്കുകയാണ്. മാത്രമല്ല അബ്ദുള്ള തൻ്റെ അരികിലേക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരുന്ന വഴിയെ മണൽപ്പരപ്പിലൂടെ പതിഞ്ഞ പാദത്തിൻ്റെ അടയാളങ്ങൾ മായ്ക്കുന്നതിന് വേണ്ടി ആമിർ ബിൻ ഫുഹൈറ എന്ന് പറയുന്ന തൻ്റെ ഭൃത്യനെ, ആടുകളെ മേയ്ക്കുന്ന ഭൃത്യനെ ഏൽപ്പിക്കുകയാണ്. ആടിൻ്റെ കൂട്ടത്തെ അതിലൂടെ യാത്ര സഞ്ചരിപ്പിച്ച് ആ അടയാളങ്ങൾ മായ്ക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. അങ്ങനെ കാൽപ്പാടുകൾ പോലും ശത്രുവിന് പിടുത്തം കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ആസൂത്രണമാണ് നടത്തുന്നത്. മാത്രമല്ല തങ്ങൾക്ക് ഭക്ഷണമായി ലഭ്യമാകാൻ വേണ്ടി, ഭക്ഷണം ഒരുക്കുന്നതിന് വേണ്ടി അസ്മാ ബീവിയെ പറഞ്ഞ് റെഡിയാക്കുകയാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളായ അസ്മാ റളിയല്ലാഹു തആല അൻഹയെ. മാത്രമല്ല അത് കഴിഞ്ഞ് എല്ലാം ഒരുക്കിയതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സഫർ മാസം 27-ാം തീയതി അവിടെ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ നിന്ന് ഗാർ സൗറിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ ഗാർ സൗറിൽ 3 ദിവസം താമസിക്കുകയാണ്. ആ 3 ദിവസം കൃത്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് പോയി ആ വഴിയെ സഞ്ചരിച്ച് പിടികൂടാനുള്ള സാഹചര്യം തീർത്തും തടയപ്പെടുന്നതിന് വേണ്ടി 3 ദിവസം മക്കയോട് ചേർന്നുള്ള ഗാർ സൗറി എന്ന് പറയുന്ന ഗുഹയുടെ അകത്തളങ്ങളിൽ 3 ദിവസം
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിക്കുകയാണ്. മക്കയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള ആ ഗുഹയിൽ താമസിക്കുമ്പോൾ ശത്രുക്കൾ ചുറ്റും സഞ്ചരിച്ച് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിക്കുന്നതൊക്കെ ഇവർ കാണാൻ. 3 ദിവസം അസ്മാ ബീവി ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നു. അതുപോലെ അബ്ദുള്ള എന്ന് പറയുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ കൃത്യമായി വിവരമറിയിക്കുന്നു. അദ്ദേഹം സഞ്ചരിക്കുന്ന കാൽപ്പാടുകൾ മായ്ക്കുന്നതിന് വേണ്ടി ആമിർ ഇബ്നു ഫുഹൈറ തൻ്റെ കൃത്യം വളരെ ഭംഗിയായി നിർവഹിക്കുന്നു. അങ്ങനെ 3-ാമത്തെ ദിവസമാണ്, അഥവാ റബീഉൽ അവ്വൽ 1-നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഗാർ സൗറിൽ നിന്ന്, സൗർ ഗുഹയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുന്നത്. മദീനയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് മുസ്ലിം അല്ലാത്ത ഒരു വഴികാട്ടി അബ്ദുല്ലാഹിബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന ഒരു മുസ്ലിം അല്ലാത്ത സഹോദരനെ, വഴികളെക്കുറിച്ച്, ഊടുവഴികളെക്കുറിച്ചൊക്കെ നന്നായി പരിജ്ഞാനമുള്ള ആ സഹോദരനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും തങ്ങളുടെ യാത്രക്ക് സുഖകരമായ വഴികാട്ടിയായി നിശ്ചയിക്കുകയാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും റബീഉൽ അവ്വൽ 1-ന് ചെങ്കടൽ തീരം വഴി പുറപ്പെടുകയാണ്. മക്ക ഖുറൈശികൾ 100 ഒട്ടകം സമ്മാനമായി നൽകാം മുഹമ്മദിൻ്റെ തലയെടുക്കുന്നവർക്ക് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കപ്പെട്ട് ആളുകൾ മുഴുവൻ 100 ഒട്ടകം നേടാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം ഗാർ സൗറിൽ ഇരുന്ന് റബീഉൽ അവ്വൽ 1-ന്റെ അന്ന് ഗാർ സൗറിൽ നിന്ന് മദീന ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെടുമ്പോൾ ആളുകൾ ആകെ പരതി നോക്കി റസൂലിനെ ഒന്ന് കിട്ടാൻ, ആ വെളിച്ചമൊന്ന് കെടുത്തു കളയാൻ, ആ സത്യത്തിൻ്റെ പ്രഭയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, അതുവഴി നേടാനുള്ള 100 ഒട്ടകം നേടി ഏറ്റവും സമ്പന്നനായി മാറാനുള്ള വല്ലാത്ത വ്യഗ്രതയിൽ ആളുകൾ മുഴുവൻ പരക്കം പായുകയാണ്. അവസാനം ആർക്കും പിടികിട്ടിയില്ല. ആരോ ഒരു യാത്രികൻ വന്ന് പറഞ്ഞു, സുറാക്ക എന്ന് പറയുന്ന മക്കക്കാരനോട് പറയുകയാണ്, ഏതോ ഒരു 3 ആളുകൾ ചെങ്കടൽ തീരത്തൂടെ യാത്ര ചെയ്യുന്നത് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ സുറാക്കയുടെ മനസ്സിൽ വല്ലാത്തൊരു ആനന്ദം. 100 ഒട്ടകങ്ങൾ കരസ്ഥമാക്കാനുള്ള വഴി ഇതാണ്. അയാളോട് പറഞ്ഞു, നിങ്ങളിത് ഈ വിവരം ആരോടും പറയരുതെന്ന് പറഞ്ഞ് സുറാക്ക ഒരാളോടും പറയാതെ ഉടനെ തന്നെ ചെങ്കടൽ തീരത്തൂടെ യാത്ര ചെയ്യുന്ന 3 അംഗ സംഘം മുഹമ്മദും സിദ്ദീഖുമായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്തുടരുകയാണ്. സുറാഖ എന്ന് പറയുന്ന ആ മനുഷ്യൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഓടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ചരിത്രം നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ നല്ല ആസൂത്രണത്തോടുകൂടെ വഴികാട്ടിയെ നിശ്ചയിച്ച് സ്ഥിരമായി മദീനയിലേക്ക് പോകുന്ന വഴിയുണ്ട്, അതൊക്കെ മാറ്റി ചെങ്കടൽ തീരത്തിലൂടെ വഴിമാറി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര പോകുകയാണ്. യാത്ര ആരംഭിക്കുന്നത് തന്നെ രാത്രി സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര പുറപ്പെടുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി പ്ലാനിങ്ങോടുകൂടെ, ആസൂത്രണത്തോടുകൂടെ ഹിജ്റ നമുക്ക് നൽകുന്നത് നമ്മുടെ സംരംഭങ്ങൾ, നമ്മുടെ വീടിൻ്റെ കാര്യമാകാം, സംഘടനയുടെ കാര്യമാകാം, അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യമാകാം, എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശക്തമായ പ്ലാനിങ് എന്നുള്ളത് അതിൻ്റെ വിജയത്തിന് നിദാനമായി ഭവിക്കുന്നതാണ്. എന്തൊക്കെയോ കുറേ കാട്ടിക്കൂട്ടലുകൾ നമ്മൾ തവക്കുൽ ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിൽ അർപ്പിച്ചിട്ടുണ്ട്, പഠിച്ചവൻ കരുതിയൊക്കെ നടക്കൂലേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബോധം നമ്മെ ഒരിക്കലും വേട്ടയാടരുത്. നമ്മുടെ യഥാർത്ഥമായ തയ്യാറെടുപ്പ്, മുന്നൊരുക്കങ്ങൾ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി ഒരു തവക്കൽ തോലല്ല എന്ന് പറഞ്ഞൊരു വാക്ക്, അല്ലെങ്കിൽ ഞാൻ വലിയ തവക്കുലിൻ്റെ ആളാണ് എന്ന് പറഞ്ഞിട്ട് നാം തവക്കുൽ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളും ആസൂത്രണങ്ങളും പ്ലാനിങ്ങുകളും മുന്നൊരുക്കങ്ങളും ഇല്ലായ്മ ചെയ്യുകയല്ല വേണ്ടത്. വിജയത്തിൻ്റെ, മഹാവിജയത്തിൻ്റെ ഹേതുകമായി ഭവിക്കുന്ന ഹിജ്റയ്ക്ക് വേണ്ടി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ മുന്നൊരുക്കത്തിൻ്റെ, ആസൂത്രണത്തിൻ്റെ, അതിശക്തമായ പ്ലാനിങ്ങിൻ്റെ വലിയ ഒരു ലോകമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശത്രുക്കളുടെ
കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് കാക്കൂലേ, അല്ലാഹ് രക്ഷപ്പെടുത്തൂലേ എന്ന് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ കാവൽ ലഭിക്കുന്ന ആളാണ്. അള്ളാഹുവിൻ്റെ ദൂതന, സർവശക്തനായ നാഥൻ്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും സമുത്കൃഷ്ടനാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് മഹാന്മാരായ മഹത്തുക്കളിൽ ഏറ്റവും മഹോന്നത സ്ഥാനത്ത് അവരോധിതനായ പരിശുദ്ധ റസൂലിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ശത്രുവിൻ്റെ കെണിവലയങ്ങളിൽ പെടാതെ സുരക്ഷിതനാകാൻ വേണ്ടി ആസൂത്രണം ചെയ്ത് അവരുടെ ചോദ്യങ്ങൾ പോലും വളരെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുന്ന വല്ലാത്തൊരു രംഗമാണ് ഹിജ്റ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എല്ലാം പച്ചയായി പറഞ്ഞ്, എല്ലാം സ്വകാര്യമാക്കി വെക്കേണ്ടതെല്ലാം പരസ്യമായി പറഞ്ഞ് ശത്രുക്കൾക്ക് അവസരമൊരുക്കുകയല്ല വേണ്ടത് എന്ന് ഹിജ്റ നമുക്ക് പറഞ്ഞു തരുന്നു. മാത്രമല്ല, ഈ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നാം മനസ്സിലാക്കേണ്ടത് സത്യത്തെ ഇല്ലാതാക്കാനോ അനർഹമായത് നേടാനോ വേണ്ടി പറയേണ്ടതല്ല. ഈ കാര്യങ്ങൾ തന്ത്രമാണ് എന്ന് പറഞ്ഞ് സ്വന്തമായി പലതും നേടിയെടുക്കാൻ വേണ്ടി വാക്കുകൾ പറഞ്ഞ് രക്ഷപ്പെടുന്ന ആളുകളെ കുറിച്ചല്ല ഈ കാര്യം പറയുന്നത്. മറിച്ച് ശത്രുവിൻ്റെ കെണിവലയങ്ങളിൽ നിന്ന് സുരക്ഷിതനാകാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന തന്ത്രങ്ങളൊക്കെ കരണീയമാണ് എന്നാണ് പരിശുദ്ധമായ ഹിജ്റയുടെ ഓരോ നീക്കങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. മാത്രമല്ല, ഒന്നാമത് ഞാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ സമ്മതം വേണമെന്ന്. രണ്ടാമത് ഞാൻ സൂചിപ്പിച്ചു ശക്തമായ മുന്നൊരുക്കം വേണം, ആസൂത്രണം വേണം, പ്ലാനിങ് വേണമെന്ന്. മൂന്നാമത് ഞാൻ പറഞ്ഞു രക്ഷപ്പെടാൻ വേണ്ടി തന്ത്രങ്ങൾ പ്രയോഗിക്കാമെന്ന്. നാലാമത്തെ പരിശുദ്ധമായ ഹിജ്റയുടെ വിജയത്തിന് നിദാനമായി ഭവിക്കുന്നത് ശക്തനായൊരു നേതാവുണ്ട്. ശക്തനായൊരു നേതാവ്, ഒരു നേതൃത്വം അനിവാര്യമാണ് വിജയത്തിന് എന്ന് ഹിജ്റ നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തനായ നേതാവാണ്. അനുയായികളുടെ സുരക്ഷയെക്കുറിച്ച് ബോധ്യമുള്ള നേതാവ്, തൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ബോധ്യമുള്ള നേതാവ്, താൻ ഹിജ്റ പോകുമ്പോൾ താൻ നിർവഹിക്കേണ്ട ശത്രുവിനോട് പോലുമുള്ള ബാധ്യതകൾ പൂർണ്ണമായി നിർവഹിച്ചു എന്ന് ഉറപ്പുവരുത്തുന്ന നേതാവ്. മാത്രമല്ല, ശക്തമായ ധൈര്യം കൊണ്ട് അനുഗ്രഹീതനായ നേതാവ്. മാത്രമല്ല, ദീർഘവീക്ഷണമുള്ള നേതാവ്, ശുഭപ്രതീക്ഷയുള്ള നേതാവ്, അറിവുള്ള നേതാവ്, അള്ളാഹുവിൽ ദൃഢ വിശ്വാസമുള്ള നേതാവ്. ഈ ക്വാളിറ്റികളൊക്കെ ഒരു യഥാർത്ഥ വിജയം വരിക്കാൻ ആഗ്രഹിക്കുന്ന സമൂഹത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾക്കുണ്ടാവേണ്ട അനിവാര്യമായ ക്വാളിറ്റികളാണ്. ഒന്ന്, അള്ളാഹുവിലുള്ള ദൃഢവിശ്വാസം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഗാർ സൗറിൽ വരികയാണ്. ഗാർ സൗറിൽ വന്നിട്ട്, സൗർ ഗുഹയിൽ വന്നിട്ട്, മക്കയുടെ പരിസര പ്രദേശമായി 4 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഗാർ സൗറിൽ വന്നിട്ട് അവിടെ ഇരിക്കുമ്പോൾ ശത്രു മുകളിലൂടെ അങ്ങനെ പോകുന്നതിൻ്റെ കാലൊച്ച കേൾക്കുകയാണ്. അത് കേൾക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇതാ കാലൊച്ച കേൾക്കുന്നു. ആ സമയത്ത് അള്ളാഹുവിനുള്ള ഉറച്ച വിശ്വാസം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ലാ തഖഫ് ഇന്നല്ലാഹ മഅന, പേടിക്കേണ്ട സിദ്ദീഖേ, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു വല്ലാത്ത അള്ളാഹുവിലുള്ള വിശ്വാസത്തെ ഉറപ്പിച്ചു വെച്ച ഒരു വല്ലാത്ത സാന്നിധ്യമായി പരിശുദ്ധ റസൂലിനെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ സമയത്ത് ഉണ്ടാതിരുന്നോ, ഒച്ച പുറപ്പെടുവിക്കേണ്ട, കുരക്കണ്ടട്ടോ, ചുമയൊന്നും വരരുതട്ടോ എന്നൊന്നുമല്ല പറഞ്ഞത്. ലാ തഖഫ് ഇന്നല്ലാഹ മഅന, പേടിക്കേണ്ട സിദ്ദീഖേ, അള്ളാഹു കൂടെയുണ്ട്. അള്ളാഹുവാണ് സംരക്ഷകനെന്ന് ആസൂത്രണങ്ങളഖിലം ചെയ്ത അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറയാണ് സിദ്ദീഖിനോട്, ലാ തഖഫ്, ഭയപ്പെടല്ലേ, അള്ളാഹു കൂടെയുണ്ട് എന്നുള്ള വല്ലാത്തൊരു സന്ദേശം കൈമാറുകയാണ്. അതുപോലെ തന്നെ അറിവ്, കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ വിവരം വേണം. അല്ലെങ്കിൽ മക്കയിൽ നിന്ന് പോകുമ്പോൾ ശത്രുക്കൾക്കുള്ള ബാധ്യതകളുണ്ട്. അവർ വാങ്ങി അവരിൽ നിന്ന് വിശ്വസിച്ചേൽപ്പിച്ച ധനമുണ്ട്. അതൊക്കെ അവർ നമ്മുടെ ശത്രുക്കളല്ലേ, അതൊക്കെ നമുക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ട് അതൊന്നും ചെയ്തില്ല. വിവരം അള്ളാഹുവിൻ്റെ ദീനാണ്. ശരിയായ വിവരം നേതാക്കന്മാർക്ക് വേണ്ടതാണത്. ബഹുമാനപ്പെട്ട സയ്യിദുന
ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ സവ്വദഹു ഖൗമുഹു അലൽ ഫിഖ്ഹി കാന ഹയാത്തൻ ലഹു വലഹു വമൻ സവ്വദഹു ഖൗമുഹു അലാ ഗൈരി ഫിഖ്ഹിൻ കാന ഹലാക്കൻ ലഹു വലഹു. ഉമർ റളിയല്ലാഹു അൻഹു പറയണം, മൻ സവ്വദഹു ഖൗമുഹു, ഒരു വിഭാഗം ആളുകൾ തങ്ങളുടെ നേതാവായി നിശ്ചയിച്ചതാരെയാണ്? അലൽ ഫിഖ്ഹി, ഫിഖ്ഹ് ഉള്ള അറിവുള്ള ആളെയാണ് നേതാവാക്കിയത് എങ്കിൽ കാന ഹയാത്തൻ ലഹു വലഹു, ആ നേതാവിനും ആ ജനതക്കും അത് വിജയം നൽകും, അത് ജീവൻ നൽകും, അത് ചൈതന്യം നൽകുമെന്ന് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. നേതാവാകുമ്പോൾ വിവരം വേണം, അബദ്ധങ്ങൾ മാത്രം ചെയ്യുക, അബദ്ധമേതാണ് സുബദ്ധമേതാണ് എന്ന് തിരിച്ചറിയാൻ പോലും അറിവിൻ്റെ സാന്നിധ്യമില്ലാത്ത അപകടകരമായ തനിവിഡ്ഢികൾ നേതൃരംഗത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുകൂടെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാണ്? വമൻ സവ്വദഹു ഖൗമുഹു അലാ ഗൈരി ഫിഖ്ഹിൻ കാന ഹലാക്കൻ ലഹു വലഹു. അറിവില്ലാത്ത ആളുകളെ ജനത നേതാവാക്കി വെച്ചാൽ, ഒരു വിഭാഗം നേതാവാക്കി വെച്ചാൽ അത് കാരണത്താൽ കാന ഹലാക്കൻ ലഹു വലഹു, ആ നേതാവിനും അതുവഴി നാശമാണ്, ആ ജനതക്കും നാശമാണ്. അടിവരയിട്ട് മനസ്സിലാക്കേണ്ട സുപ്രധാനമായ ഒരു സംഗതിയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഒരു നേതാവ് അറിവുള്ള ആളായിരിക്കുക, വിവരമുള്ള ആളായിരിക്കുക. അത് അത്തരം ഒരു നേതാവിനെ തിരഞ്ഞെടുത്താൽ ആ നേതാവ് വഴി വിജയമുണ്ടാകും, ചൈതന്യമുണ്ടാകും, ജീവനുണ്ടാകും, ജീവനുള്ള സമൂഹമായിരിക്കും. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, വിവരമില്ലാത്തവനെ കൊണ്ടുപോയി നേതാവാക്കി അവരോധിച്ച് അവന് വേണ്ടി ആർത്തു വിളിച്ചാൽ നടക്കാൻ പോകുന്നത് ഹലാക്കൻ ലഹു വലഹു, അവനും അവൻ്റെ ആളുകൾക്കും നാശമാണ് ഭവിക്കുക എന്ന് പരിശുദ്ധ റസൂലിൻ്റെ സന്തത സഹചാരിയായി ജീവിച്ച് പരിശുദ്ധ ദീനിൻ്റെ ചൈതന്യം ഉൾച്ചേർത്ത് വെച്ച സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാണ്. ഒരു വിജയത്തിന് നിദാനമായി ഭവിക്കണമെങ്കിൽ, വിജയം അനിവാര്യമായും ഉണ്ടായിത്തീരണമെങ്കിൽ അവരുടെ നേതൃത്വം, അവരുടെ നേതാവ് അറിവുള്ള ആളായിരിക്കണം. അതോടുകൂടെ തന്നെ തൻ്റെ ലക്ഷ്യം സാധൂകരിക്കുമെന്നതിൻ്റെ ശുഭപ്രതീക്ഷയുള്ള ആളായിരിക്കണം നേതാവ്. നമുക്കൊന്ന് പോയൊക്കെ ചിലപ്പോൾ വിജയിച്ചെങ്കിലോ, ഒന്ന് വണ്ടിയൊക്കെ കിട്ടിയെങ്കിലോ എന്ന് പറയുന്ന അധമന്മാർ നേതാക്കന്മാരാകാൻ പാടില്ല. ശുഭപ്രതീക്ഷ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ആരംഭിക്കുന്നതിൻ്റെ ആ തുടക്കം മുതൽ നോക്കിയാൽ ഉടനീളം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ശുഭപ്രതീക്ഷ കാണാൻ സാധിക്കും. ഒന്ന്, അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഈ സമ്പത്തൊക്കെ അതിൻ്റെ അർഹതപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്ത് നീ മദീനയിലേക്ക് എത്തണം, അലി നീ മദീനയിലെത്തും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ. മാത്രമല്ല അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പിൽ കിടന്ന ആ ദിവസം ഉറങ്ങിയതുപോലെ മറ്റൊരു ദിവസം ഉറങ്ങിയിട്ടില്ല. ഞാൻ വളരെ സന്തോഷത്തിൽ ഉറങ്ങി. കാരണം എൻ്റെ ഹബീബനോട് പറഞ്ഞു, നീ അത് കഴിഞ്ഞ് അങ്ങോട്ട് എത്തണമെന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നാലും ഈ കർമ്മം നിർവഹിച്ച് ഞാൻ മദീനയിലെത്തുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്ന്. ശുഭപ്രതീക്ഷയുള്ള ഒരു നേതാവിൻ്റെ വചനങ്ങളിൽ അത്രമേൽ ആത്മസംതൃപ്തിയോടുകൂടെ സായുജ്യമടയുന്ന അനുയായിയെ നാം കാണും. അതോടുകൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ വീട് വളഞ്ഞു നിൽക്കുമ്പോൾ യാസീൻ ഓതിയിട്ട് അല്പം മണ്ണെറിഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിലൂടെ നടന്നു നീങ്ങുകയാണ്. തന്നെ പിടികൂടി ഇവർ കൊല ചെയ്യുമെന്നല്ല, എന്നെ സംരക്ഷിക്കാനൊരു റബ്ബുണ്ട് എന്ന ആ ശുഭപ്രതീക്ഷ, എൻ്റെ രക്ഷകനായ നാഥനുണ്ട് എന്ന ഒരു ബോധ്യം ഇടറാത്ത പാദങ്ങളും ഇടറാത്ത മനസ്സും നൽകി വമ്പിച്ച പ്രതീക്ഷിത പ്രയത്നത്തിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീങ്ങുകയാണ്. മാത്രമല്ല, തന്നെ വധിക്കാൻ വേണ്ടി 100 ഒട്ടകം കരസ്ഥമാക്കാമെന്ന് കരുതി സുറാഖ എന്ന് പറയുന്ന ഭീകരൻ വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള തൻ്റെ രക്ഷകനെ പോലെ കൂടെ കഴിയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അമ്പെയ്യാൻ വേണ്ടിയിരിക്കുമ്പോൾ സുറാഖ വരുന്നത് കാണുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അസ്വസ്ഥപ്പെടുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖിനോട് പറയണം, പേടിക്കണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. സുറാഖ് വരുന്നു. സുറാഖയുടെ ഒട്ടകത്തിൻ്റെ
വാഹനത്തിൻ്റെ കുളമ്പ് ഭൂമി പിടിക്കുന്നു, സുറാഖ തെറിച്ചു വീഴുന്നു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടികൂടാനും സിദ്ദീഖിനെ വകവരുത്താനും ഒക്കെ ശ്രമിച്ച് മുന്നോട്ട് വന്ന സുറാഖത്തൊന്നും ചെയ്യാൻ കഴിയാതെ അവസാനം അൽ അമാൻ അൽ അമാൻ, സംരക്ഷണം നൽകണേ എന്ന് പറഞ്ഞ് ആർത്തു വിളിക്കുന്ന സുറാഖയെ കാണുന്നു. തങ്ങളെ വധിക്കാൻ വേണ്ടി തങ്ങളെ വകവരുത്തിയതിന് ശേഷം 100 ഒട്ടകം സ്വായത്തമാക്കാൻ വേണ്ടി തയ്യാറെടുത്ത് ഓടിയെടുത്ത ഒരു മനുഷ്യൻ്റെ സാന്നിധ്യത്തിൽ അവനെ കൊല ചെയ്ത് തീരുമാനമാക്കുന്നതിന് പകരം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം വന്നിട്ട് സുരക്ഷിതത്വം നൽകണം, സംരക്ഷണം നൽകണമെന്ന് പറയുമ്പോൾ സംരക്ഷണം കൊടുത്തിട്ട് അവനെ തിരിച്ചയക്കാം. എന്നിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന്, ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ചെയ്യണ്ട, ഞങ്ങൾ ഈ പോകുന്ന വഴിയെക്കുറിച്ചുള്ള വിവരം നീ ഖുറൈശികളോട് പറയരുത് എന്ന് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുറാഖയുമായി സംസാരിക്കുന്ന ഒരു സംസാരമുണ്ട്. സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന പോലെ അവിടെ നിൽക്കക്കള്ളിയില്ലാതെ മറ്റൊരു പ്രദേശത്തെ ലക്ഷ്യമാക്കി ഒളിച്ച് പോകുന്ന ഒരു നിമിഷം സുറാഖയുടെ മുഖത്ത് നോക്കിയിട്ട്, കയ്യിൽ നോക്കിയിട്ട് പറയുകയാണ്, കൈഫ അന്ത ഇദാ ലബിസ്ത സിവാറൈ കിസ്റ. സുറാഖ, നിന്റെ കൈകളിൽ കിസ്റയുടെ രാജാവിൻ്റെ വളകൾ അണിയുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു. സുറാഖ നാടിൽ നിന്ന്, സ്വന്തം ജനിച്ച മണ്ണിൽ നിന്ന്, താൻ ജനിച്ചു വളർന്ന് പിച്ചവെച്ച് വളർന്ന മണ്ണിൽ നിന്ന് പോകുന്ന ഒരു നിമിഷത്തിൽ സുറാഖയെ വിളിച്ചിട്ട് മക്കയുടെ നായകൻ്റെ കൈകളിൽ അണിഞ്ഞ വള എന്നല്ല പറഞ്ഞത്, മദീനയുടെ ഗോത്രത്തിൻ്റെ തലവൻ അണിഞ്ഞ വള എന്നല്ല പറഞ്ഞത്, അന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ ചക്രവർത്തി, ഏറ്റവും വലിയ സായുധ സംവിധാനങ്ങളുള്ള ചക്രവർത്തിയുടെ കരങ്ങളിൽ അണിഞ്ഞിരിക്കുന്ന വള. കൈഫ അന്ത ഇദാ ലബിസ്ത സിവാറൈ കിസ്റ. കിസ്റയുടെ കൈകളിൽ അണിഞ്ഞിരിക്കുന്ന, കിസ്റ രാജാവിൻ്റെ കൈകളിൽ അണിഞ്ഞിരിക്കുന്ന വള നീ അണിയുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു. വമിന്ദകതഹു വതാജഹു, അവൻ തലയിൽ വെച്ചിരിക്കുന്ന, രാജാവ് തലയിൽ അണിഞ്ഞിരിക്കുന്ന കിരീടം നീ ഉപയോഗിക്കുന്ന ഒരു ദിവസമെന്ന് പറഞ്ഞ് വരാനിരിക്കുന്ന നഷ്ടത്തിൻ്റെ കണക്കുകൾ എഴുതി തീർക്കാൻ കഴിയാത്ത നിമിഷത്തിനും പ്രതീക്ഷയുടെ അനുപമമായ സാധ്യതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി ശത്രുവിനെ പോലും പ്രതീക്ഷാ നിർഭരമായ ഒരു മാനസികാവസ്ഥയിലേക്ക് മാറ്റാൻ പര്യാപ്തമാക്കുന്ന, ഒരു മാനസാന്തരത്തിലേക്ക് മാറ്റാൻ പര്യാപ്തമാക്കുന്ന ശുഭപ്രതീക്ഷയാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ നമുക്ക് പറഞ്ഞു തരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീർഘവീക്ഷണം വളരെ പ്രാധാന്യപൂർവം നാം മനസ്സിലാക്കേണ്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട് അനുയായികളെയൊക്കെ എത്തിക്കേണ്ടിടത്ത് എത്തിച്ച് തൻ്റെ കൂടെയുള്ള ആളുകൾക്ക് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി താൻ പോകുന്നതിന് മുമ്പേ തൻ്റെ അനുയായികളെയൊക്കെ സുരക്ഷിതമായ സ്ഥലത്തെത്തിക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യുന്നത്. അപാരമായ ധൈര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. ധൈര്യം എന്ന് പറയുമ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിക്കും, എന്തെങ്കിലുമൊക്കെ പോക്കിരിത്തരം കെട്ടലാണ് ധൈര്യം. ഒരു നേതാവിന് വേണ്ട ധൈര്യം എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളാണെങ്കിൽ അത് തിരുത്താനുള്ള ഒരു ശരിയായ തൻ്റെ ഇടം, തെറ്റുകൾ വരുമ്പോൾ അത് തെറ്റാണെന്ന് തിരിച്ചറിയാനുള്ള, അത് തിരുത്താനുള്ള അതൊരു വല്ലാത്ത ധൈര്യമാണ്. അല്ലാതെ എന്ത് എരപ്പത്തരം കാണിച്ചാലും അത് മുഴുക്കെ അതൊക്കെ പറഞ്ഞ് തിരുത്തൂല മാറ്റൂല എന്ന് പറഞ്ഞിട്ടിരിക്കുകയല്ല. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നേതാവായിട്ട് നിശ്ചയിക്കപ്പെടുന്ന, രാഷ്ട്രത്തിൻ്റെ നേതാവായി ഭരണ സാരഥ്യം ഏറ്റെടുക്കുന്ന സമയത്ത് മഹാനുഭാവൻ പറയുന്നുണ്ട്, ഞാൻ നല്ലത് ചെയ്യുകയാണെങ്കിൽ ഫഇൻ അന അഹ്സൻതു, ഞാൻ നല്ലത് ചെയ്യുകയാണ് എങ്കിൽ ഫഅഈനുനി, നിങ്ങൾ എന്നെ സഹായിക്കുക, അതിന് നിങ്ങൾ എന്നോട് കൂടെ സഹകരിച്ച് ആ കാര്യം വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. വഇൻ അന സിഗ്തു, ഞാൻ പിഴക്കുകയാണെങ്കിൽ, എൻ്റെ അരികിൽ തെറ്റുവരികയാണ് എങ്കിൽ ഫഖവ്വിമൂനി, എന്നെ നിങ്ങൾ നന്നാക്കുക എന്ന് പറഞ്ഞ് എന്നെ ശരിയാക്കുക, ശരിയായ ദിശയിലേക്ക് കൊണ്ടെത്തിക്കുക
എന്ന ഒരു മഹത്തായ സന്ദേശമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നാം ഒരു നേതാവിന് നിശ്ചയിക്കപ്പെട്ടാൽ, ഒരു നേതാവ് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ, തെറ്റുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശരിയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരണം. തെറ്റാണ് ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള തയ്യാറെടുപ്പുണ്ടാകണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തുള്ള മൊത്തം മുഅ്മിനുകൾ ഒരു തട്ടിലും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുതട്ടിലുമായാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാനാണ് തൂക്കം എന്ന് പഠിപ്പിച്ച പരിശുദ്ധ റസൂലിൻ്റെ വചനങ്ങൾ നാം ഇവിടെ ഓർക്കുക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, വഇൻ സിഗ്തു, ഞാൻ പിഴവിലേക്ക് പോകുകയാണ് എങ്കിൽ ഫഖവ്വിമൂനി, നിങ്ങൾ എന്നെ നേരെയാക്കണമെന്ന് പറയുമ്പോൾ മുഅ്മിനീങ്ങളായ മഹത്തുക്കൾ അവിടെ വെച്ച് പറഞ്ഞു, വല്ലാഹി ലൗ വജദ്നാ ഫീക യഅ്വിജാജൻ ലഖവ്വംനാഹു ബിഹദ്ദി സുയൂഫിനാ, ഞങ്ങൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ, എന്തെങ്കിലും കുഴപ്പങ്ങൾ നിങ്ങളിൽ കാണുകയാണ് എങ്കിൽ ഈ വാളുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങൾ ശരിയാക്കില്ല, നിങ്ങൾ വലിയ ആളാണ്, അതുകൊണ്ട് നമ്മൾ മുണ്ടാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഒരു വികൃതമായ ലോകത്തെ ആവിഷ്കരിക്കുകയല്ല സ്വഹാബികൾ ചെയ്തത്. മറിച്ച് തെറ്റുണ്ടെങ്കിൽ തിരുത്തണം, തെറ്റുകൾ വന്നാൽ അത് ഓർമ്മപ്പെടുത്തണം. സ്വഹാബികൾ പറഞ്ഞ വാളുകൊണ്ട് ഞങ്ങൾ നിന്നെ നേരാക്കുമെന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ തലവനെ, ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ നായകനെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സന്തത സഹചാരിയെ, ഏറ്റവും വലിയ ഈമാനിൻ്റെ നിറകുടമാണെന്ന് പരിശുദ്ധ റസൂൽ പഠിപ്പിച്ച പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഹിജ്റക്ക് കൂടെ പോയ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ധൈര്യം വേണം. ധൈര്യം വേണ്ടത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുന്ന സമയത്ത് സധൈര്യം, അല്ലേ, 6 സൗറിൽ മേലതാ വന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പേടിക്കണ്ട, അള്ളാഹു കൂടെയുണ്ട്, അല്ലേ. വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആരും കൂടെയില്ല, ശത്രുക്കൾ നിരന്നു നിൽക്കുമ്പോൾ അതിനിടയിലൂടെ നടന്നു പോരാനുള്ള വല്ലാത്തൊരു കഴിവ്. സുറാക്ക വന്നിട്ട് നേർക്കുനേരെ പിടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് പേടിക്കണ്ട, ധൈര്യമായി നിൽക്കുക അബൂബക്കർ എന്ന് പറയുന്ന വല്ലാത്തൊരു, മാത്രമല്ല തൻ്റെ അനുയായികൾക്കും ആ രീതിയിൽ ധൈര്യം കൈമാറി എന്നുള്ളതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ ജീവിതത്തിലൂടെ അത് കാണാൻ സാധിക്കും. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, നല്ല ധൈര്യം വിജയത്തിൻ്റെ നിദാനമായി ഭവിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റയിൽ പോകുമ്പോൾ ഓരോ നിമിഷത്തിലും മാതൃകായോഗ്യനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയാണ്. നമുക്കറിയാം, ഹിജ്റയിൽ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുതപ്പിൽ കടത്തിയിട്ട് പോകുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനോട് കൊടുത്ത നിർദ്ദേശം, ഇന്ന ആളുകൾ മുതലുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ശത്രുക്കളാണവർ, നമ്മുടെ എതിരാളികളാണ്, മക്കക്കാരാണ്, അവരെന്നെ വിശ്വസിച്ചേൽപ്പിച്ചതാണ്, ഒരിക്കലും ആ വിശ്വസിച്ചേൽപ്പിച്ച ധനം നീ അവർക്ക് കൈമാറാതെ വരരുത് എന്ന് പറഞ്ഞ് എല്ലാം കൃത്യമായി കണക്ക് വെച്ച് ഏൽപ്പിക്കുകയാണ്. അബൂജഹൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു പുതപ്പിൽ നിന്ന് എണീക്കുന്നത് കണ്ട് അസ്വസ്ഥനായി അലി റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് ആക്രോശിച്ചത്, അലി, മുഹമ്മദ് ഞങ്ങളിൽ നിന്ന് വാങ്ങിയ, ഞങ്ങളുടെ ആളുകളിൽ നിന്ന് വാങ്ങിയ, അവനെ വിശ്വസിച്ചേൽപ്പിച്ച സമ്പത്ത് എവിടെ, അതിങ്ങെടുക്ക് എന്നാണ് പറഞ്ഞത്. അലി റളിയല്ലാഹു അൻഹു, അത് കൃത്യമായി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് എന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു വെച്ചിരിക്കുന്നത്, കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്കുമുള്ള ഹക്ക്, ബാധ്യതകൾ വീട്ടുകയാണ്. നോക്കൂ നിങ്ങൾ. മാത്രമല്ല, അത് കഴിഞ്ഞ് അബൂജഹൽ ദേഷ്യം പിടിച്ച് അതൊക്കെ ഇവിടെ കിട്ടിയെന്ന് ഉറപ്പായപ്പോൾ ഉടനെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അസ്മാ ബീവിയെ വിളിച്ചിട്ട്, എവിടെയാണ് മുഹമ്മദ് ഉള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ എവിടെയെന്ന് ചോദിച്ച് അവർ ഒന്നും പറഞ്ഞില്ല, ഇവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അസ്മാ ബീവിയെ ആഞ്ഞടിച്ച് അസ്മാ ബീവിയുടെ കാതിലണിഞ്ഞ കമ്മൽ പോലും തെറിച്ചുവെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോൾ തൻ്റെ ബാധ്യത, ശത്രുവിനോടുള്ള ബാധ്യത പോലും പൂർണ്ണമായി നിർവഹിച്ചുകൊണ്ട് പോകുക എന്നുള്ള ഉന്നതമായ തലം രൂപപ്പെടുത്തിയെടുക്കുകയാണ്.
ഹിജ്റയുടെ വിജയത്തിൻ്റെ നിദാനങ്ങളായി ഭവിക്കുന്നത് ശത്രുവിനോട് പോലും ചെയ്യേണ്ട ബാധ്യതകൾ, അവർക്ക് വീട്ടേണ്ട കടമകൾ വീട്ടിയിട്ട് വേണം ചെയ്യാനെന്നുള്ള പാഠം മഹാനായ സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുപോലെ സുരക്ഷിതമായി അനുയായികളെ മുഴുവൻ സുരക്ഷിത സ്ഥാനത്തെത്തിക്കുകയാണ്, സ്വന്തം സുരക്ഷയും ഉറപ്പുവരുത്തുകയാണ്. ഇങ്ങനെയുള്ള ഒരു നേതാവാണ് ഉണ്ടാവേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അഅദനല്ലാഹു മിൻ ഇമാറത്തി സുഫഹ. അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുകയാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിഡ്ഢികളായ ആളുകളുടെ ആധിപത്യം, അവരുടെ ഇമാറത്ത്, അവരുടെ നേതൃത്വം, അതിൽ നിന്ന് അള്ളാഹുവോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഫഹാഇന്റെ, വിഡ്ഢികളുടെ നേതൃത്വം, വിഡ്ഢികൾ നായകന്മാരായി വരിക എന്നത് കാവൽ ചോദിക്കപ്പെടേണ്ട അത്രയും ഭീകരമായ ഭീതിതമായ അവസ്ഥയാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് മുമ്പാകെ പറയുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, വമാ ഇമാറത്തു സുഫഹ, എന്താണ് നബിയെ വിഡ്ഢികളുടെ നേതൃത്വം, വിഡ്ഢികൾ നായകന്മാരാകുക, അവരുടെ അധികാരം വരിക എന്ന് പറഞ്ഞാൽ എന്താണ് നബി അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചപ്പോൾ സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരാനിരിക്കുന്ന കാലങ്ങളിൽ വരുന്ന ദുരന്തങ്ങളിലേക്ക് വിരൽ ചൂണ്ടി അതിൽ നിന്ന് കാവൽ ചോദിക്കുന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഉമറാഉൻ യകൂനൂന ബഅദി ലാ യഹ്തദൂന ബിഹദി. ഉമറാഉൻ, ചില നേതാക്കന്മാർ, നായകന്മാർ, അവരുടെ പ്രത്യേകത എന്താണ്? യകൂനൂന ബഅദി, എനിക്ക് ശേഷമുണ്ടാകുന്ന ചില നായകന്മാർ, നേതാക്കന്മാർ, ലാ യഹ്തദൂന ബിഹദി വലാ യസ്തന്നൂന ബിസുന്നതി, എൻ്റെ സുന്നത്ത്, ഞാൻ പഠിപ്പിച്ച ഒരു രീതിശാസ്ത്രമുണ്ട്, പരിശുദ്ധമായ ശരീഅത്ത്, പരിശുദ്ധമായ ദീനിൻ്റെ സമ്പൂർണമായ രീതി, അതവർ അവലംബിക്കില്ല. അത് അവഗണിച്ചുകൊണ്ട് പോകുന്ന തരത്തിലുള്ള ഒരു നായകൻ, അത്തരത്തിലുള്ള നായകന്മാർ, അതിനെ തൊട്ട് കാവലിനെ ചോദിച്ചുകൊണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭീതിതമായ അവസ്ഥ വരാതിരിക്കണേ എന്ന് ആഗ്രഹിച്ച പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ചിത്രം ശരിക്ക് വരച്ചിടുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു തന്ന രീതി, റസൂലിൻ്റെ സുന്നത്ത്, ആ ചര്യ, അത് ഉൾക്കൊള്ളാതിരിക്കുക, അള്ളാഹുവിൻ്റെ റസൂൽ കാണിച്ചു തന്ന രീതിയിൽ വഴി നടത്താതിരിക്കുക, സമ്പൂർണമായ ദീൻ മാറ്റിവെക്കുന്ന ഒരു നേതൃത്വം വരും. മാത്രമല്ല, അത്തരം നായകന്മാരെ അനുധാവനം ചെയ്യുന്ന ആളുകളെ കുറിച്ച് പരിശുദ്ധ റസൂൽ ബോധനം നൽകുകയാണ്. ഫമൻ സദ്ദഖഹും ബികദിബിഹിം, അവർ പറയുന്ന നായകന്മാർ, വിഡ്ഢികളായ നായകന്മാർ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയെ അതിലംഘിച്ച് അവഗണിച്ചു പോകുന്ന നായകന്മാർ, ആ നായകന്മാർ പറയുന്ന പച്ചക്കളവുകൾ, ഫമൻ സദ്ദഖഹും ബികദിബിഹിം, അവർ പറയുന്ന പച്ചക്കളവുകൾ ആരെങ്കിലും സത്യമാണെന്ന് വിചാരിച്ച് നടന്നാൽ, അത് വാസ്തവമാണെന്ന് കരുതി അതിൻ്റെ പിറകെ കൂടിയാൽ, അതാണ് നേരിയെന്ന് കരുതി അതിൻ്റെ പിറകെ കൂടിയാൽ, വഅആനഹും, അത്തരം ആളുകളെ അതിൻ്റെ പേരിൽ സഹായിക്കുകയും ചെയ്താൽ, അവർ പറയുന്ന കളവ്, ആ നേതാവ് പറയുന്നത് കളവ്, അവൻ പറയുന്നത് പച്ച നുണയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അത് സത്യമാണ് എന്ന് വിശ്വസിക്കുക, അവരെന്ത് പറഞ്ഞാലും ഞങ്ങൾ അത് ഉറപ്പിക്കുമെന്ന് പറഞ്ഞ് അതിന് പിന്തുണ കൊടുക്കുക, സഹായം കൊടുക്കുക, വഅആനഹും അലാ ദുൽമിഹിം, അവരുടെ ആക്രമ പ്രവർത്തനം, ക്രമം തെറ്റിയുള്ള ആ നീക്കത്തിന് സഹായകമായി നിലകൊള്ളുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ഫഉലായിക ലൈസു മിന്നി വലസ്തു മിൻഹും, ഫഉലായിക ലൈസു മിന്നി വലസ്തു മിൻഹും, അവരും ഞാനുമായി യാതൊരു ബന്ധവുമില്ല, ലൈസു മിന്നി, അവര് എന്നിൽപ്പെട്ടവരല്ല, വലസ്തു മിൻഹും, ഞാൻ അവരിൽപ്പെട്ടവനുമല്ല, ഞാനും അവരുമായി യാതൊരു ബന്ധവുമില്ല. പച്ചക്കളവ് പറയുന്ന നായകന്റെ പിന്നാലെ അതാണ് സത്യമെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പിന്നാലെ കൂടി സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ റസൂലുമായി യാതൊരു ബന്ധവുമില്ലെന്ന് മാത്രമല്ല, അള്ളാഹുവിനോട് അത്തരം ആളുകളിൽ നിന്ന് കാവൽ തേടുകയാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാണ്, വലാ യരിദൂന ഹൗലി, അവര് എൻ്റെ ഹൗലിൻ്റെ,
ഹൗദുൽ കൗസറിന്റെ അരികിൽ വരാൻ അവർക്ക് സാധിക്കുകയില്ല. ഞാൻ പഠിപ്പിച്ച പരിശുദ്ധമായ ദീനിന്റെ സമ്പൂർണമായ രീതിശാസ്ത്രത്തിൽ നിന്ന് വഴിതെറ്റി യാത്ര ചെയ്യുന്ന അത്തരം ദുഷിച്ച നേതൃത്വത്തിന്റെ കൂടെ കൂടിയ ആളുകൾ, ആ നേതാക്കന്മാരും കൂടെ കൂടിയ ആളുകൾക്കും എൻ്റെ ഹൗദുൽ കൗസറിന്റെ ചാരേ വരാനുള്ള അവസരം ഉണ്ടാകുകയില്ലെന്ന് സത്യം മാത്രം പഠിപ്പിച്ച പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. വമല്ലം യുസദ്ദിഖുഹും ബികദിബിഹിം, അവരുടെ പച്ചക്കളവുകൾ ആരെങ്കിലും സത്യവൽക്കരിക്കാതെ ആ പറഞ്ഞത് കളവ് തന്നെയാണ്, അത് നുണ തന്നെയാണ്, അത് വേണ്ടാത്തത് തന്നെയാണ് എന്ന് പറഞ്ഞ് ആ കളവ് സത്യവൽക്കരിക്കാതെ അത് തെറ്റാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് നീങ്ങുന്നവർ, വലം യുഇനുഹും അലാ ദുൽമിഹിം, അവരുടെ ആ അക്രമ പ്രവർത്തനങ്ങൾക്ക് സഹായകമായി നിലകൊള്ളാത്ത ആളുകൾ, അവർ ചെയ്യുന്ന അക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കാതെ ആ പറഞ്ഞ കളവ് തന്നെയാണ്, അതിൻ്റെ കൂടെ കൂടാനാവില്ലെന്ന് പറഞ്ഞ ആളുകൾ, ഫഉലായിക മിന്നി വഅന മിൻഹും, ഫഉലായിക മിന്നി, അവർ എന്നിൽ നിന്നുള്ളവരാണ്, വഅന മിൻഹും, ഞാൻ അവരിൽ നിന്നുമുള്ളവരാണ്, ഞാനും അവരും ഒന്നാണ് എന്ന് പരിശുദ്ധ റസൂൽ ബോധ്യപ്പെടുത്തുകയാണ്. വരാനിരിക്കുന്ന കാലത്തെ നേതൃരംഗത്തേക്ക് കടന്നു വരുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞവരിൽ നിന്ന് കാവലിനെ ചോദിക്കാണ്, അവരെ തൊട്ട് കാവലിനെ ചോദിച്ച പരിശുദ്ധ റസൂൽ അവരെ കുറിച്ച് വിശദീകരിച്ചിട്ട് പറയാണ്, അവർ പറയുന്ന കളവിന്റെ കൂടെ കൂടാതെ മാറി നിന്നവർ, അവരുടെ അക്രമ പ്രവർത്തനത്തെ സഹായിക്കാതെ മാറി നിന്നവർ, ഫഉലായിക മിന്നി വഅന മിൻഹും, ഞാനും അവരും ഒന്നാണ് എന്ന് പരിശുദ്ധ റസൂൽ പറഞ്ഞിട്ട് പറയുന്നു, വസയരിദൂന ഹൗലി, അവരെൻ്റെ ഹൗലിന്റെ ചാരേ വരും, ഹൗദുൽ കൗസർ കുടിക്കാൻ വരുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം മനസ്സിലാക്കേണ്ടത്, നാം തിരിച്ചറിയേണ്ടത്, ശരിയായ ഒരു നേതൃത്വം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹിജ്റയുടെ വസന്തത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ശക്തമായ നേതൃത്വത്തെക്കുറിച്ചുള്ള ബോധ്യം, അതുവഴി വിജയിക്കാൻ സാധിക്കുമെന്നുള്ള യഥാർത്ഥമായ ബോധനവുമാണ് ഹിജ്റ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഞാൻ സുദീർഘമായി പറയുകയല്ല, ഈ ഹിജ്റയുടെ വസന്തത്തിൽ നിന്ന് നാം ആലോചിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ വിജയത്തിൻ്റെ മറ്റൊരു ഘടകമെന്ന് പറയുന്നത് സർവവും അള്ളാഹുവിനും റസൂലിനും വേണ്ടി സമർപ്പിക്കാൻ സന്നദ്ധരായ അനുയായികളാണ്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട അബൂ സൽമ റളിയല്ലാഹു തആല അൻഹു, അബൂ സൽമ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്, അള്ളാഹുവിന് വേണ്ടി റസൂലിന് വേണ്ടി പോകുകയാണ്. അബൂ സൽമ പോകുമ്പോൾ തൻ്റെ കൂടെ ഉമ്മു സൽമ എന്ന് പറയുന്ന തൻ്റെ ഭാര്യയും കൂടെ വരികയാണ്. ഉമ്മു സൽമ വരുമ്പോൾ ഉമ്മു സൽമയുടെ കുടുംബക്കാർ വന്നിട്ട് അബൂ സൽമയോട് പറഞ്ഞു, പാടില്ല, നീ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഉമ്മു സൽമയെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഉമ്മു സൽമ യാചിച്ച് പറഞ്ഞു നോക്കി, ഞാൻ എൻ്റെ ഭർത്താവ് അബൂ സൽമയുടെ കൂടെ പോവുകയാണ്. പക്ഷേ വളരെ കണിശമായ നിയന്ത്രണം കാരണത്താൽ തൻ്റെ കുടുംബക്കാർ വന്നിട്ട് അബൂ സൽമൻ്റെ കൂടെ പോകാൻ പാടില്ലെന്ന് പറഞ്ഞ് ഉമ്മു സൽമയെയും സൽമ എന്ന് പറയുന്ന പൈതലിനെയും കൂടെ അവിടെ മക്കയിൽ തന്നെ നിർത്തുകയാണ്. അബൂ സൽമ എന്ന് പറയുന്ന അനുസരണയുള്ള സർവവും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് തീർച്ചപ്പെടുത്തിയ ആ അനുയായി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുയായി, തൻ്റെ ഭാര്യയെ നഷ്ടപ്പെടുകയാണ്. പിഞ്ചു പൈതലിൻ്റെ ചെഞ്ചുണ്ടുകളിൽ നിന്ന് വരുന്ന പാൽപുഞ്ചിരി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു പിതാവിൻ്റെ മനസ്സുരുകുന്ന നിമിഷാണ്. ഭാര്യയും കുട്ടിയും തന്നിൽ നിന്ന് വേർപെട്ട് താൻ അനുസരിക്കുന്ന, താൻ വിശ്വസിക്കുന്ന നായകൻ്റെ കൂടെ, നായകൻ്റെ പരിശുദ്ധമായ ആദർശത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇട്ടേച്ചു പോകണമെന്ന് പറയുമ്പോൾ ഏത് മനസ്സും ഉരുകിപ്പോകും. ഖുറൈശി ദുഷ്ടന്മാർ സ്വന്തം ഭാര്യയെയും കുട്ടിയെയും പിടിച്ചു വെച്ചിട്ട് അബൂ സൽമയോട് പറഞ്ഞു, നീ മുഹമ്മദിനു വേണ്ടി, നിന്റെ ഇസ്ലാമിനു വേണ്ടി പോകുകയാണ് എങ്കിൽ ഇവരെ കൂട്ടാൻ പാടില്ല എന്ന് പറയുമ്പോൾ താൻ വിശ്വസിച്ച, അംഗീകരിച്ച ആ പരിശുദ്ധനായ നായകൻ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയും അള്ളാഹുവിന് വേണ്ടിയും ആത്മാർപ്പണം നടത്താൻ വേണ്ടി തയ്യാറായ, സർവാർപ്പണം നടത്താൻ വേണ്ടി തയ്യാറായ അബൂ സൽമ യാത്ര പോകുകയാണ്. ഒരു വർഷത്തോളം അബൂ സൽമ ഉമ്മു സൽമയെ വിട്ട് ജീവിക്കാണ്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ
പൊട്ടിക്കരഞ്ഞ് ഉമ്മു സൽമ കഴിയുമ്പോൾ അബൂ സൽമ പോയ ഉടനെ അബൂ സൽമയുടെ കുടുംബക്കാർ വന്നിട്ട് പറഞ്ഞു, ധിക്കാരികളായ അബൂ സൽമയുടെ കുടുംബക്കാർ വന്നിട്ട് പറഞ്ഞു, ഉമ്മു സൽമയോട് പറഞ്ഞു, സൽമ ഞങ്ങളുടെ കുട്ടിയാണ്, അബൂ സൽമയുടെ കുട്ടിയാണ്, അതുകൊണ്ട് കുട്ടിയെ ഞങ്ങൾക്ക് വിടണമെന്ന് പറഞ്ഞ് ആ ഉമ്മയുടെ മാറിടത്തിൽ നിന്ന് അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന കുട്ടിയെ വേർപ്പെടുത്തി അബൂ സൽമയുടെ വീട്ടുകാർ കൊണ്ടുപോവുകയാണ്. ഭർത്താവ് പോയി തൻ്റെ പിഞ്ചു പൈതലും നഷ്ടമായി കരഞ്ഞൊലിച്ച കണ്ണുമായി 1 വർഷം ഉമ്മു സൽമ കരഞ്ഞു കഴിയുകയാണ്. കുടുംബത്തിൽപ്പെട്ട വയസ്സായ ഒരു സഹോദരി വന്നിട്ട്, എന്തിനാണ് ഈ പെണ്ണിനെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്, അവളെ അവളുടെ ഭർത്താവിൻ്റെ കൂടെ വിട് എന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞൊലിച്ച കണ്ണുമായിട്ട് രാപ്പകലില്ലാതെ കഴിയുന്ന ഉമ്മു സൽമയുടെ കണ്ണീർ കണങ്ങൾ കണ്ട് വേദനിച്ച ഒരു വാർദ്ധക്യത്തിലെത്തിയ സ്ത്രീയുടെ വാക്ക് കേട്ട് അവരുടെ ഗോത്രം മദീനയിലേക്ക് പോകാൻ വേണ്ടി സമ്മതിക്കുകയാണ്. അങ്ങനെ പോകാൻ നിന്നപ്പോൾ സൽമയെ കൊണ്ടുവന്ന് അബൂ സൽമയുടെ കുടുംബങ്ങൾ ഉമ്മു സൽമയെ ഏൽപ്പിച്ചു. അങ്ങനെ പോകുകയാണ് മദീനയിലേക്ക്. മഹദി ഉമ്മു സൽമ പറയുകയാണ്, മദീനയിലേക്കുള്ള ദൂരം 500ഓളം കിലോമീറ്ററാണ്. 500ഓളം കിലോമീറ്റർ ആരാരുമില്ലാതെ തൻ്റെ നാഥന് വേണ്ടി, തൻ്റെ അഭിവന്യരായ പ്രവാചകന് വേണ്ടി താൻ ഒറ്റയ്ക്ക് യാത്ര തിരിക്കുകയാണ് ഈ പൈതലുമായിട്ട്. മഹദി പറയുന്നുണ്ട്, വമാ മഅീ അഹദും മിൻ ഖൽഖില്ലാ, എൻ്റെ കൂടെ ഒരൊറ്റ മനുഷ്യനും ഉണ്ടായില്ല എന്ന് മഹദി പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന രംഗത്ത് പറയുന്നത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ട്, ഭാര്യയെ നഷ്ടപ്പെട്ടവർ, കുട്ടികളെ നഷ്ടപ്പെട്ട്, എല്ലാം അള്ളാഹുവിന് വേണ്ടി സർവാർപ്പണം, അള്ളാഹുവിനും റസൂലിനും വേണ്ടി സർവാർപ്പണം നടത്തുകയാണ്. സുഹൈബ് റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനാണ്. സമ്പത്തുമായിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഖുറൈശികൾ വന്നിട്ട് പറഞ്ഞു, ഈ സമ്പത്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഉടനെ സുഹൈബ് റളിയല്ലാഹു അൻഹുവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ സമ്പത്താണ് വേണ്ടത്, നിങ്ങളതെടുത്തോളൂ, ആ കാശൊന്നും എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞ് സുഹൈബ് റളിയല്ലാഹു അൻഹു തൻ്റെ സമ്പാദിച്ച ധനം മുഴുക്കയും അവർക്ക് മുമ്പാകെ വെച്ച് തൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക്, അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ മഹത്തുക്കളുടെ ചരിത്രം സർവാർപ്പണം നടത്തിയ പരിശുദ്ധമായൊരു യാത്ര, അതാണ് ഹിജ്റ പറഞ്ഞു തരുന്നത്. സമ്പൂർണമായ സമർപ്പണം അള്ളാഹുവിനും റസൂലിനും വേണ്ടി. അങ്ങനെ ഹൃദയമലിയിച്ച് കളയുന്ന, ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ച് കളയുന്ന ഒട്ടനേകം രംഗങ്ങൾ ഹിജ്റയിൽ കാണാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവർക്ക് വല്ലാത്തൊരു നീയത്തുണ്ടായിരുന്നു. ഹിജ്റ നൽകുന്ന വലിയൊരു പാഠമാണത്. സംശുദ്ധമായൊരു നീയത്ത്, ലക്ഷ്യം മുഴുവൻ അല്ലാഹുവും റസൂലും. തങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടാലും, വീട് നഷ്ടപ്പെട്ടു, കുടുംബം നഷ്ടപ്പെട്ടു, ഭാര്യ നഷ്ടപ്പെട്ടു, ഭർത്താവ് നഷ്ടപ്പെട്ടു, സന്താനങ്ങൾ നഷ്ടപ്പെട്ടു, തങ്ങളുടെ സമ്പത്തകിലം നഷ്ടപ്പെട്ടു, നാട് പോലും നഷ്ടപ്പെടുമ്പോഴും അള്ളാഹും റസൂലും മതി എന്ന് പറഞ്ഞ് മദീന ലക്ഷ്യമാക്കി പോകുകയാണ്. അള്ളാഹുവിലേക്കും റസൂലിലേക്കും യാത്ര ചെയ്യുന്ന പരിശുദ്ധമായ ഒരു നീയത്ത് ആ ഹിജ്റയുടെ ചരിത്രം പരതുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. സംശുദ്ധരായ അനുയായികൾ. അതോടുകൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം, ഇവർ ഹിജ്റ ചെയ്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഞാൻ സൂചിപ്പിച്ചു, സഫർ മാസം 27-ന് പുറപ്പെട്ട് റബീഉൽ അവ്വൽ 1-ന് ഗാർ സൗറിൽ നിന്ന്, സൗർ ഗുഹയിൽ നിന്ന് പുറപ്പെട്ട് അങ്ങനെ 8-ന്റെ അന്ന് മദീനയുടെ ബൗണ്ടറിയിലെത്തുകയാണ്. കുബാ പള്ളി ഇന്ന് നിലനിൽക്കുന്ന ആ പ്രദേശത്തെത്തുകയാണ്. റബീഉൽ അവ്വൽ 8-ന്റെ അന്ന് അവിടെ ആദ്യമായി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത് അവിടെ ഒരു ആസ്ഥാനം പണിയുകയാണ്. ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ആസ്ഥാനം സംസ്ഥാപിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുബാ മസ്ജിദ് നിർമ്മിക്കുകയാണ്. അങ്ങനെ ഖുബയിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുബാ മസ്ജിദിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ ഓരോ ദിവസവും മദീനക്കാർ കാത്തിരിക്കുകയാണ്. ചെയ്തു പോയ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ മദീന ലക്ഷ്യമാക്കിക്കൊണ്ട്
ലോകത്തിൻ്റെ വെളിച്ചത്തിൻ്റെ കടന്നുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഓരോ ദിവസവും അവർ ബൗണ്ടറിയിലേക്ക് വരും. എന്നിട്ട് കാത്തിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ അവർ ഓരോ ദിവസവും വന്നിട്ട് മദീനയിലെ ബൗണ്ടറിക്ക് ചാരെ വന്നിട്ട് ഉയരമുള്ള ഈന്തപ്പനകളിൽ കയറി നോക്കും വരുന്നുണ്ടോ എന്ന്. ഓരോ ദിവസവും നോക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെട്ടു എന്ന് കേട്ട ദിവസം മുതൽ റബീഉൽ അവ്വൽ 1 മുതൽ 8 വരെ കാത്തിരുന്ന് റസൂലിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഖുബയിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറപ്പെടുകയാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഖുബയിൽ നിന്ന് പുറപ്പെട്ട് മദീനയിലേക്ക് എത്തുമ്പോൾ ഒരു ജൂതനായ മനുഷ്യനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നത്. എന്നിട്ട് ആ ജൂതനായ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, ഈന്തപ്പനയുടെ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അതാ വരുന്നു, ഹാദാ ജദ്ദുക്കുമുല്ലദീ തന്തളിറൂൻ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നേതാവിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു പറയുകയും ജൂതനായ മനുഷ്യൻ റസൂലിൻ്റെ വരവ് കണ്ട് പ്രഖ്യാപനം നടത്തി. അവരൊക്കെ തലാൽ ബദ്റു അലൈന മിൻ തനിയാത്തിൽ വിദാഇ വജബ ശുക്രു അലൈന മാ ദആ ലില്ലാഹി ദാഇ എന്ന് പാട്ടുപാടി സ്വീകരിക്കുകയാണ്. പരിശുദ്ധമായൊരു നീയത്തോടുകൂടെ, പരിശുദ്ധരായ അനുയായികളോടുകൂടെ, ഉന്നതമായ ലക്ഷ്യത്തിൻ്റെ സാധൂകരണത്തിന് വേണ്ടി ശക്തമായ പ്ലാനിങ്ങോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുവിനോട് പോലുമുള്ള ബാധ്യതകളൊക്കെയും നിർവഹിച്ച് റസൂലും സ്വഹാബത്തും ചെയ്ത പരിശുദ്ധമായ യാത്ര, പരിപാവനമായ ഒരു നീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ആ യാത്ര മദീനക്കാർ ആഘോഷപൂർവ്വം സ്വീകരിക്കുകയാണ്. അവരുടെ വീടും അവരുടെ സമ്പത്തും അവരുടെ സമ്പാദ്യങ്ങളും അവരുടെ കുടുംബവും ഒക്കെ പരിശുദ്ധ ഹബീബിന് വേണ്ടി സമർപ്പിക്കുന്ന സമ്പൂർണ്ണ സമർപ്പിതരായ ഒരു ജനവിഭാഗം അവരെ കാത്ത് കഴിയുകയാണ്. അവരെ സ്വീകരിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. എല്ലാ ഇടങ്ങേറുകളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും നിറഞ്ഞ ഒരു നാട്ടിൽ നിന്ന് പരിശുദ്ധമായ ഒരു ലക്ഷ്യത്തിൻ്റെ സാധൂകരണത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട പരിശുദ്ധമായ മദീനയിലേക്ക് വരുമ്പോൾ അവർ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച് പരിശുദ്ധ റസൂലിൻ്റെ ശക്തമായ മുന്നേറ്റത്തിന്, ഇസ്ലാമികമായ മുന്നേറ്റത്തിന്, ഉന്നതമായ വിജയത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി കളമൊരുക്കുകയാണ്. ഹിജ്റ വിജയത്തിന് മാത്രമായിരുന്നു. ഹിജ്റയുടെ കലണ്ടർ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഹിജ്റാബ്ദം എന്ന് പറയുന്ന പേര് നമ്മുടെ ഈ വർഷത്തിന് നൽകാൻ കാരണം ഹിജ്റയുടെ കലണ്ടറിലേക്ക് നോക്കുമ്പോൾ ഇത് ഹിജ്റ വർഷ കലണ്ടറാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓരോ ദിവസവും എടുത്തു നോക്കുമ്പോൾ ഹിജ്റയുടെ ഓരോ തീയതിയും വിശ്വാസിയോട് പറയണം. തകർക്കാനാവാത്ത വിജയത്തിലേക്ക് ആസൂത്രിതമായി ആസൂത്രണങ്ങൾ അഖിലം ചെയ്ത് വലിയ പ്ലാനിങ്ങോടുകൂടെ നീയത്ത് പരിശുദ്ധമാക്കി അനുയായികളുടെയും സഹകാരികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കി ശത്രുവിനോടുള്ള ബാധ്യത പോലും നിർവഹിച്ച് മുന്നേറിയ മഹാവിജയത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ ഓരോ ദിവസവും വിശ്വാസിയോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം ഹിജ്റയുടെ ദിനങ്ങൾ. ഹിജ്റയുടെ കലണ്ടറിലേക്ക് നോക്കുമ്പോൾ വല്ലാത്ത പ്രതീക്ഷ നൽകണം. ഓരോ ദിവസവും മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കണം, നിനക്ക് വിജയിക്കാനുള്ള ദിനങ്ങളാണ്, നിന്റെ മുമ്പിൽ വിജയമാണ് വരാനുള്ളത്. നീ നിശ്ചയദാർഢ്യത്തോടുകൂടെ, ഉത്കൃഷ്ടമായ ദൈവിക ബോധത്തോടുകൂടെ, ഉന്നതമായ നീയത്തിൻ്റെ പരിശുദ്ധിയോടുകൂടെ, ശക്തമായ പ്ലാനിങ്ങോടുകൂടെ, നീ നല്ല മുന്നൊരുക്കത്തോടുകൂടെ മുന്നേറേണ്ടവനാണ്. അതുവഴി വിജയം വരിച്ച വലിയൊരു ഹിജ്റയാണ് നിന്റെ മുന്നിലുള്ളത്. ആ ലക്ഷ്യം, നിന്റെ ലക്ഷ്യം സാധൂകരിക്കാൻ ഓരോ ദിവസവും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ കലണ്ടർ. നമ്മുടെ കലണ്ടറിലെ ഓരോ ദിനവും വിശ്വാസിയെ ഇസ്ലാമിക് കലണ്ടർ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്മാറേണ്ടവനല്ല നീ പേടിച്ചോടേണ്ടവനല്ല. നാട് നഷ്ടപ്പെട്ടാലും, കുടുംബം നഷ്ടപ്പെട്ടാലും, സമ്പത്ത് നഷ്ടപ്പെട്ടാലും, സമ്പാദ്യങ്ങൾ അഖിലം നഷ്ടപ്പെട്ടാലും ഒളിച്ചോടേണ്ടവനല്ല നീ. വിജയം വരിക്കാൻ വേണ്ടി നീ നിലകൊള്ളുന്ന നിലം അതിന് പാകമല്ലെങ്കിൽ അനേകായിരം ഭൂമിയിലെ നിലയിടങ്ങളുണ്ട് നിന്നെ വിജയിപ്പിക്കാനുള്ള നിലങ്ങൾ എന്ന് മനുഷ്യനെ നിരന്തരമായി ബോധ്യപ്പെടുത്തുകയാണ്.
ഒരു പ്രദേശത്ത് വിജയിക്കാനാകുന്ന സാഹചര്യമില്ലെങ്കിൽ മറ്റൊരു ദേശം തിരഞ്ഞെടുത്തുകൊണ്ട് നീ വിജയത്തിൻ്റെ ഉന്നതമായ സോപാനങ്ങളെ തേടി യാത്ര ചെയ്യേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ്. നിരാശയുടെ അംശലേശമേശാത്ത പരിശുദ്ധമായ സന്ദേശമാണ് വിശുദ്ധമായ ഹിജ്റ വിശ്വാസിക്ക് പറഞ്ഞു തരുന്നത്. ഓരോ നിമിഷത്തിലും നാം ആലോചിക്കേണ്ടത് ഹിജ്റ നൽകുന്ന പാഠം. ഹിജ്റ വിജയത്തിന് എന്ന് പറയുമ്പോൾ വിജയത്തിന് മാത്രമാണ്. ഹിജ്റയുടെ കലണ്ടർ എടുത്ത് നോക്കുന്ന വിശ്വാസി ഓരോ പ്രഭാതത്തിലും അവനോട് പറഞ്ഞുകൊണ്ടിരിക്കണം, ഹിജ്റ കലണ്ടർ, സഹോദര നീ പിന്മാറരുത്. നിനക്ക് വേണ്ടത് ശുഭപ്രതീക്ഷയാണ്, നിനക്ക് വേണ്ടത് ധൈര്യമാണ്, നിനക്ക് വേണ്ടത് നിശ്ചയദാർഢ്യമാണ്, നിനക്ക് വേണ്ടത് ദീർഘവീക്ഷണമാണ്, നിനക്ക് വേണ്ടത് ശുഭപ്രതീക്ഷയാണ്, നിനക്ക് ശക്തമായ ജ്ഞാനമുള്ള ശരിയായി വഴികാട്ടാൻ അറിയുന്ന ഒരു വിവേകമുള്ള നേതൃത്വമാണ്, നിനക്ക് അള്ളാഹുവിനെയും റസൂലിനെയും അണ്ണമുറിയാതെ വിശ്വാസത്തിലൂടെ രൂഢമൂലമായ തൗഹീദ് ചേർത്ത് വെച്ച നേതൃത്വമാണ് വേണ്ടത്, നിനക്ക് അനുയായികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന, ദുനിയാവിലും ആഖിറത്തിലും സംരക്ഷണം ഉറപ്പുവരുത്തുന്ന നായകന്മാരെയാണ് വേണ്ടത്. നിനക്ക് നിന്റെ കൂടെ, നിന്റെ നായകൻ്റെ കൂടെ, നിന്റെ വഴികാട്ടിയുടെ കൂടെ നീ നിലകൊള്ളുമ്പോൾ നീ സത്യസന്ധനായിരിക്കണം. അപകടകരമായ യാതൊന്നും നിന്നിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. വഞ്ചനയുടെ ലാഞ്ചന നിന്റെ യാത്രകളിലൊന്നും തൊട്ട് തീണ്ടാൻ പാടില്ല. സത്യസന്ധതയുടെ മകുടോദാഹരണമായി നീ മാറണമെന്നുള്ള നിരന്തരമായ ഓർമ്മപ്പെടുത്തലാണ് ഹിജ്റ ചെയ്യുന്നത്. വിജയിപ്പിക്കാൻ വേണ്ടി, വിജയം നൽകാൻ വേണ്ടി, നിത്യമായ വിജയം സമ്മാനിക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ ഹിജ്റ കലണ്ടർ നമ്മോട് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ മുഹറം മാസം ഹിജ്റാബ്ദത്തിൻ്റെ 1-ാമത്തെ മാസമാണ്. പ്രപഞ്ചത്തിൻ്റെ തുടക്കം മുതൽ പ്രാപഞ്ചിക സത്യങ്ങളിലേക്ക് അകിലം നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ സ്വർഗം, അതുപോലെ ഈ പ്രപഞ്ചം, വൃക്ഷലതാദികൾ, അതുപോലെ സസ്യലതാദികൾ, അതുപോലെ ഒട്ടനേകം പ്രപഞ്ചത്തിലെ ആകാശങ്ങളിലെ നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, മാലാകമാർ എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ഈ പരിശുദ്ധമായ മുഹറം 10-നായിരുന്നു, മുഹറം മാസത്തിലായിരുന്നു. ഹിജ്റ വർഷത്തിൻ്റെ തുടക്കം, ഹിജ്റ തന്നെ വിജയത്തിനുള്ളത്. ഹിജ്റ വർഷത്തിൻ്റെ 1-ാമത്തെ മാസം എന്ന് പറയുന്ന ഈ പരിശുദ്ധമായ മുഹറം മാസം എന്ന് പറയുന്നത് ഒട്ടനേകം നന്മകളുടെ, വസന്തങ്ങളുടെ, വിജയങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ നൽകുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിശാച് വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചു. പിശാചിൻ്റെ പദ്ധതിയാണ്, അവനെപ്പോഴും അവൻ്റെ പദ്ധതി ആവിഷ്കരിച്ചു കൊണ്ടിരിക്കും. പിശാചിൻ്റെ നീക്കങ്ങൾ നാം കരുതിയിരിക്കണം. എപ്പോഴും പിശാച് ചെയ്തുകൊണ്ടിരിക്കുക, അവൻ്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുക. നമുക്കറിയാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൻ്റെ ഉന്നതമായ തലങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ വേണ്ടി ഹവ്വായെയാണ് കിട്ടിയത്. അവരെ വെച്ച് കളിച്ചു. അതുവഴി സ്വർഗലോകം നഷ്ടപ്പെടാൻ ഹേതുകമായി. പിശാച് അന്ത്യനാൾ വരെ അവസാനിക്കാതെ തുടരുകയാണ് അവൻ്റെ കുതന്ത്രങ്ങൾ. ഓരോ കാലഘട്ടത്തിലും പിശാച് അവൻ്റെ ദുഷ്കർമ്മങ്ങൾ, വിക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കും. നാം നല്ല അവബോധമുള്ളവരായിരിക്കണം. പ്രവാചകന്മാരുടെ ജീവിതത്തിൻ്റെ നിമിഷങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഒട്ടനേകം പ്രഭാഷകന്മാർ വ്യത്യസ്തമായ വിഷയങ്ങൾ വെച്ചത് വിശദീകരിച്ചതാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനത അതിക്രൂരമായ വിനോദങ്ങളിലായി നൂഹ് നബി അലൈഹി സ്വലാമിനെ നശിപ്പിക്കാനും പരിഹസിക്കാനും ശ്രമിച്ചപ്പോൾ അവർക്കെതിരെയുള്ള നിലയുറച്ച നിലപാടിൽ മുന്നോട്ട് നീങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ സഹായമുണ്ടായി. ജൂദി പർവ്വതത്തിൽ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കപ്പൽ നങ്കൂരമിട്ടത് മുഹറം മാസത്തിലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിഷ്പ്രഭമാക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട അഗ്നികുണ്ടാരത്തെ ഒന്നുമല്ലാതാക്കി പാൽപുഞ്ചിരിയുമായി ആ അഗ്നിജ്വാലകൾക്കിടയിലൂടെ കടന്നു വന്ന് നമ്രൂദിൻ്റെ മനക്കോട്ട തകർത്ത ഇബ്രാഹിമി മില്ലത്തിൻ്റെ മഹാവിജയത്തിൻ്റെ സുദിനമെന്ന് പറയുന്നത് മുഹറം മാസത്തിലാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇസ്രയേൽ വിഭാഗത്തെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അടിമകളെ പോലെ വെച്ച് ക്രൂശിച്ചപ്പോൾ അവർക്കെതിരെയുള്ള
സമര പോരാട്ടങ്ങളുടെ വിജയമായി ഫറോവയുടെ കരങ്ങളിൽ നിന്ന് സുരക്ഷിതമായി ഫറോവ നശിക്കുകയും മൂസ നബി അലൈഹി ഇസ്ലാം വിജയിക്കുകയും ചെയ്ത, അങ്ങനെ ചരിത്രത്തിൽ ഉടനീളം വിജയങ്ങൾ സമ്മാനിച്ച മാസമാണ് മുഹറം. പരിശുദ്ധമായ മുഹറം മുന്നേറ്റത്തിനുള്ളതാണ്. ഫറോവയുടെ സിംഹാസനത്തിൽ വാർത്തെടുക്കപ്പെട്ട അജണ്ടകൾ അഖിലം തകിടം മറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുന മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വിജയശ്രീലാളിതനായി മുന്നേറ്റം നടത്തിയ പരിശുദ്ധമായ മുഹറം. നമ്രൂദിന്റെ അഗ്നിജ്വാലകൾക്ക് ഇസ്ലാമിന്റെ ദീപശിഖയെ കെടുത്താനാവില്ല എന്ന ഉജ്ജ്വലമായ മുന്നേറ്റത്തിന്റെ ചരിതം പറഞ്ഞു തരുന്നത് മുഹറമാണ്. അതുപോലെ ഉന്നതരായ മഹത്തുക്കളുടെയൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല, അവരുടെയൊക്കെ മുന്നേറ്റത്തിന്റെ ചരിതമാണ് മുഹറം പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എന്തൊക്കെ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മുടെ മുന്നേറ്റത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലും മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയ ഏറ്റവും വലിയ ധിക്കാരികൾ പാഠം പഠിപ്പിക്കപ്പെട്ട മുഹറം എന്ന് പറയുന്ന മാസത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ചരിതം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ മുന്നേറ്റത്തിൻ്റെ പുതിയ ചരിത്രം എഴുതി ചേർക്കുകയാണ് നാം ചെയ്യേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുഹറം മുന്നേറ്റത്തിനുള്ളതാണ്. നമ്മുടെ പദ്ധതികളെ തകിടം മറിക്കാൻ ഇബ്ലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇബ്ലീസ് അവൻ്റെ ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രവും പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ തൗഹീദ്, പരിഭാവനമായ സമ്പൂർണ്ണ തൗഹീദ്, ശരീഅത്തും ത്വരീഖത്തും ഒക്കെ സമഞ്ജസമായി സമ്മേളിക്കുന്ന പരിശുദ്ധമായ സമ്പൂർണമായ ദീനുമായി ഇവിടെ മുന്നോട്ട് പോകുന്ന ആളുകളെ തകർക്കണമെന്ന ഇബ്ലീസിന്റെ പദ്ധതി പല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ സമ്പൂർണമായി തൗഹീദിനെ ചേർത്ത് വെക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥ. വിദഈ കക്ഷികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മുജാഹിദ് ജമാഅത്ത് വിഭാഗം അവർ തൗഹീദിനെ കുറിച്ച് പറയുന്നു. തൗഹീദിനെ കുറിച്ച് പറഞ്ഞ് തൗഹീദ് വേണമെന്ന് പറഞ്ഞ് തൗഹീദിന്റെ പോരിഷ പറഞ്ഞ് അവസാനം തൗഹീദ് എന്ന് പറഞ്ഞാൽ ശ്മശാന വിപ്ലവമാണ് എന്ന് പറഞ്ഞ് തൗഹീദ് എന്ന് പറഞ്ഞാൽ ഖബറിന് പോയിട്ട് ദുആ ചെയ്യുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ അവിടെ പോയിട്ട് സിയാറത്ത് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ, അവിടെ പോയിട്ട് ഇസ്തിഗാസ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ എതിരായ നീക്കങ്ങൾ നടത്തുക എന്നുള്ള പദ്ധതിയിലേക്ക് അവരെ ഇബ്ലീസ് കൊണ്ടെത്തിച്ചു. സമ്പൂർണമായ തൗഹീദ് ആത്മാവുകളിൽ ചേർത്ത് വെക്കണം, ഹൃദയത്തിൽ നിറഞ്ഞു കിടക്കണം, നിത്യജീവിതത്തിന്റെ വസന്തമായി ഉണ്ടായിരിക്കണമെന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് ആ വിഭാഗത്തെ ഇബ്ലീസ് മാറ്റി നിർത്തി. തൗഹീദ് എന്ന് 1000 തവണ ആവർത്തിക്കുമ്പോഴും പരിശുദ്ധമായ തൗഹീദ് ആത്മാവിന്റെ അന്തരാത്മാവിൽ ചേർന്ന് കിടക്കണമെന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവരറിയാതെ തെന്നിപ്പോയി. ഇബ്ലീസ് അവന്റെ അസ്ത്രം പ്രയോഗിച്ചത് ശരിയായി കുറിക്ക് കൊണ്ടു എന്ന് വിദഈ കക്ഷികളുടെ പോക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. വിശുദ്ധമായ തൗഹീദ് സമ്പൂർണമായി ആത്മാവുകളിൽ, മനുഷ്യരുടെ ആത്മാവുകളിൽ ഉണ്ടാവണമെന്നും ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പഞ്ചസ്തംഭങ്ങളായ ഇസ്ലാമിന്റെ അനുഷ്ഠാന കർമ്മങ്ങളിൽ ഒന്നാമത്തതായ പരിശുദ്ധമായ തൗഹീദ്, പരിശുദ്ധമായ ഷഹാദത്ത്, ആ അനുഷ്ഠാനത്തെ ആലോചിക്കാൻ പോലും കഴിയാത്ത വിധം അതിനെ മാറ്റി നിർത്തപ്പെടുന്നിടത്തേക്ക് കേരളത്തിലെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളായി അറിയപ്പെടുന്നവർ മാറിപ്പോയി എന്നത് ഇബ്ലീസ് തൻ്റെ ആവനാഴിയിലെ അസ്ത്രപ്രയോഗത്തിൽ വിജയിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അല്ലേ? ഒരു വിഭാഗം പറയുന്നു മാല വേണ്ട, മൗലിദ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് റാത്തീബിൻ്റെയും ഹദ്ദാദിൻ്റെയും ഒക്കെ ധ്വംസകരായി, അതിൻ്റെയൊക്കെ ശത്രുക്കളായി, അതിനെ എതിർക്കലാണ് തൗഹീദ് എന്നുള്ള രീതിയിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു വിഭാഗം ഇവിടെ മൗലിദ്, റാത്തീബ്, അതുപോലെ ഹദ്ദാദ്, അത്തരം കാര്യങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന രീതിയിൽ വിശുദ്ധമായ തൗഹീദ് ആത്മാവുകളിൽ ചേർത്ത് വെക്കുന്നതിൽ നിന്ന് ആപ്പാടെ മാറിപ്പോകുന്ന ദാരുണമായ ദുരന്തമാണ് ഉണ്ടാകുന്നത്. എതിർക്കുന്നവരും എതിർക്കപ്പെടുന്നവരും സത്യസന്ധമായ തൗഹീദിന്റെ പരിശുദ്ധമായ ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നകലെ പോകുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ വിശുദ്ധരായ ഖുത്ബുസ്സമാൻ മഹാനവറുകൾ വന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരരെ, പരിശുദ്ധ ദീനിന്റെ പേരിൽ പ്രവർത്തിക്കുന്നവരെ, ദീനി കാര്യങ്ങൾ ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടി അക്ഷീണമായ യത്നം നടത്തുന്നു എന്ന് പറഞ്ഞു നടക്കുന്ന
ഇസ്ലാമിക സംഘടനയുടെ ആളുകളെ വന്നിട്ട് അവരെ ബോധ്യപ്പെടുത്തി സമ്പൂർണ്ണമായ തൗഹീദിലേക്ക് വരണം, നിങ്ങളെ ഇബ്ലീസ് പിഴപ്പിക്കുകയാണ്, വഴിതെറ്റിക്കുകയാണ്, യഥാർത്ഥമായ ലക്ഷ്യത്തെ സാധൂകരിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. ഹിജ്റ പോയിക്കൊണ്ട് ഹിജ്റയുടെ പരിശുദ്ധമായ സന്ദേശം ഉൾച്ചേർത്ത് വെക്കുന്ന ഇതിലൂടെ സമ്പൂർണമായി അള്ളാഹുവിനെയും റസൂലിനെയും പരിശുദ്ധ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സദാസമയം ഉൾച്ചേർത്ത് വെക്കണമെന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് നിങ്ങളെ വഴിതെറ്റിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മഹാനായ ഖുതുബുസ്സമാൻ ഇബ്ലീസിന്റെ ഈ കുതന്ത്രത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആളുകളെ ശരിയായ ദിശയിലേക്ക് വഴി നടത്താൻ വേണ്ടി ശ്രമിച്ചു. ധാരാളം ആളുകൾ പരിശുദ്ധമായ തൗഹീദിന്റെ സമ്പൂർണമായ ചേർത്തുവക്കലിലേക്ക് കടന്നു വന്നു. ആത്മാവിൽ ജ്വലിക്കുന്ന പരിശുദ്ധമായ തൗഹീദ് അവർ ചേർത്ത് വെച്ചു. പരിശുദ്ധമായ തൗഹീദ് സമ്പൂർണമായ രീതിയിൽ ആത്മാവിലും ഹൃദയത്തിലും അവർ ഉൾച്ചേർത്ത് വെച്ചു. അതുവഴി ഇബ്ലീസ് അവന്റെ കുതന്ത്രങ്ങൾ പരാജയപ്പെട്ട് തുടങ്ങി. ഖുതുബുസ്സമാൻ യാത്രയായപ്പോ ഏതൊരു നന്മയ്ക്ക് വേണ്ടിയാണോ ഖുതുബുസ്സമാൻ നിലകൊണ്ടത് എങ്കിൽ ആ പരിശുദ്ധമായ നന്മയിൽ നിലകൊള്ളുന്നവന്റെ നെഞ്ചത്ത് കയറി ഡാൻസ് കളിക്കുന്ന അതിതീഷ്ണമായ രംഗത്തെ ആവിഷ്കരിച്ച് എടുക്കുന്നതിന് വേണ്ടി ഖുതുബുസ്സമാൻ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്നൊരു പറ്റത്തെ ഇബ്ലീസ് പതുക്കെ തട്ടിയെടുത്തു. അവരെ വെച്ചുകൊണ്ട് വിശുദ്ധമായി തൗഹീദിന്റെ സമ്പൂർണമായ ചേർത്തുവെക്കൽ, പരിശുദ്ധമായ തൗഹീദ് ആത്മാവുകളിൽ ചേർന്ന് കിടക്കുന്ന സാഹചര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതിന് വേണ്ടി ഇബ്ലീസ് തെരഞ്ഞെടുത്തത് ആ പരിശുദ്ധമായ തൗഹീദിന്റെ പവിത്രതയെ, പരിപൂർണതയെ ചേർത്ത് വെക്കാനും പരിചയപ്പെടുത്താനും ആളുകൾ അതുവഴി വിജയത്തിന്റെ ഉന്നത സോപാനങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ച ഒരു മഹാമനീഷിയുടെ കൂടെ നടന്ന പലരെയും തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇബ്ലീസ് അവന്റെ അസ്ത്രങ്ങൾ ഉപയോഗിക്കുകയാണ്, അവന്റെ പദ്ധതികൾ നടപ്പിലാക്കുകയാണ്. അറിയാതെ പലരും ആ ഇബ്ലീസിന്റെ കുതന്ത്രങ്ങളിലേക്ക് വഴിമാറുന്ന ദാരുണമായ ദുരവസ്ഥ നാം കാണുകയാണ്. നമുക്ക് ഇവിടെ ഇബ്ലീസിന് വേണ്ടി തോറ്റുകൊടുക്കാനാവില്ല. ഇബ്ലീസിന്റെ പദ്ധതിക്ക് മുമ്പിൽ നാം പരാജയപ്പെടാൻ പാടില്ല. നിശ്ചയമായും നിശ്ചയദാർഢ്യത്തോടുകൂടെ ഇബ്ലീസിന്റെ അതിതീഷ്ണമായ കുതന്ത്രങ്ങളെ ഇല്ലായ്മ ചെയ്ത് ഖുതുബുസ്സമാൻ പഠിപ്പിച്ച, ഗൗസുൽ ആസം പഠിപ്പിച്ച, അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ഹിജ്റയുടെ പരിശുദ്ധമായ സന്ദേശം ഉൾച്ചേർത്ത് വെച്ച് ഹിജ്റ ലോകത്തിന് സമർപ്പിച്ച പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബി വര്യന്മാരും ഉൾച്ചേർത്ത് വെച്ച പരിശുദ്ധമായ തൗഹീദ് ഒരു വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാതെ ആത്മാവുകളുടെ നിരന്തരമായ സ്പന്ദനങ്ങളിൽ ചേർന്ന് കിടക്കുന്നതായി മാറേണ്ടതുണ്ട്. അതുകൊണ്ട് ഇബ്ലീസിന്റെ പദ്ധതിക്ക് ഒരിക്കലും നാം അവസരം കൊടുക്കരുത്. ഇബ്ലീസിന്റെ പണി ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരായി പരിശുദ്ധമായ തൗഹീദിന്റെ വിശുദ്ധമായ സംസ്ഥാപനത്തിന് വേണ്ടി, അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി നാം ഈ സന്ദർഭം തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ വളരെ വിനയത്തോടുകൂടെ എന്നോട് ഉപദേശിക്കുകയും നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഹിജ്റയുടെ ഓരോ നിമിഷവും കടന്നു വരുമ്പോൾ വിജയിക്കാനുള്ള, മുന്നേറാനുള്ള സന്ദേശമാണ് എന്നോട് ഹിജ്റയുടെ ഓരോ ദിനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹിജ്റ കലണ്ടർ തുറന്നു വെച്ചതിലേക്ക് നോക്കുന്ന ഓരോ പ്രഭാതങ്ങളും ഇബ്ലീസിന്റെ കുതന്ത്രങ്ങളിൽപ്പെട്ട് പരാജയപ്പെട്ട് നീയത്ത് മലിനമാക്കി നാശമടയുന്നവരിൽ നീ പെടാൻ പാടില്ല. ആ ഇബ്ലീസിന്റെ കുതന്ത്രങ്ങളോട് പോരാടി വിജയം വരിച്ച് ഉന്നതമായ വിധാനങ്ങളിലേക്ക് മനുഷ്യ മനസ്സുകളെ കൊണ്ടെത്തിച്ച പരിശുദ്ധ ഖുതുബുസ്സമാന്റെ ഖുതുബുൽ അഖ്താബിന്റെ പരിശുദ്ധ റസൂലിന്റെ പാരമ്പര്യത്തിന്റെ വിധാതാക്കളായി മാറാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത് എന്ന യാഥാർത്ഥ്യ ബോധം നിരന്തരമായി നമ്മോട് നമ്മുടെ ഹിജ്റ പറഞ്ഞുകൊണ്ടിരിക്കണം, മുഹറം പറഞ്ഞുകൊണ്ടിരിക്കണം. വിജയത്തിന്റെ സൂത്രവാക്യം ഓർമ്മപ്പെടുത്തണം. മുന്നേറ്റത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ബോധനം നമുക്ക് നൽകിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുമ്പോൾ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്, ഇബ്ലീസ് മരണപ്പെട്ടിട്ടില്ല, അവൻ അവസാനിച്ചിട്ടില്ല. അവൻ്റെ കുതന്ത്രങ്ങൾ ഓരോ നിമിഷത്തിലും ആരെയാണ് അതിന് കിട്ടുക എന്ന് നോക്കി അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ ഹിജ്റയുടെ പോരാട്ടത്തിൽ സർവവും നഷ്ടപ്പെട്ടപ്പോഴും അള്ളാഹുവിനെയും റസൂലിനെയും നഷ്ടപ്പെടാതെ സൂക്ഷിച്ച, എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും തങ്ങളുടെ നിയ്യത്തിന് ചെറിയൊരു കളങ്കം പോലും ചേർന്ന് കിടക്കരുത് എന്ന് ആഗ്രഹിച്ച, നാടും നഗരവും വീടും
വീട്ടുകാരും നഷ്ടപ്പെട്ടപ്പോഴും തങ്ങളുടെ ഹബീബിനെ നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിച്ച, തങ്ങളുടെ ആഖിറം നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിച്ച ആ പവിത്രമായ സന്ദേശത്തിലേക്ക് നാം അടുത്ത് വരികയും അതിൻ്റെ പ്രചരണത്തിലൂടെ, അതിൻ്റെ ചേർത്തുവെപ്പിലൂടെ, വിശുദ്ധമായ ഹിജ്റയുടെ സന്ദേശത്തിലൂടെ വിജയം വരിച്ച, അതുവഴി വിജയം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന, മുന്നേറ്റങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കിയെടുക്കുന്ന മഹാഭാഗ്യശാലികളിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഹിജ്റയുടെ സന്ദേശം ഒരു നിത്യവിജയത്തിൻ്റെ മഹാവിസ്മയം തീർക്കാൻ, നിരന്തരമായ മുന്നേറ്റത്തിൻ്റെ മഹാത്ഭുതങ്ങൾ തീർക്കാൻ നമ്മെ പാകപ്പെടുത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.